നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ കഴിഞ്ഞ് 12-ാമത്തെ ദിവസം ജനുവരി മാസം 6-ാം തീയതി നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മാമോദീസ പെരുന്നാൾ നടത്തുവാൻ വന്നിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് കർത്താവിൻ്റെ എല്ലാ ജീവചരിത്രത്തിലെ സംഭവങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യുന്ന സമ്പൂർണ്ണ സുവിശേഷ വേലയാണ് സഭാജീവിതം. അങ്ങനെ കർത്താവിൻ്റെ വചനിപ്പ് പെരുന്നാൾ ജനനപ്പെരുന്നാൾ മുമ്പായിട്ട് നമ്മൾ നടത്തി. ഡിസംബർ മാസം 25-ാം തീയതി ജനനപ്പെരുന്നാൾ നടത്തി. ജനുവരി 6-ാം തീയതി 30-ാം വയസ്സിലെ കർത്താവിൻ്റെ സ്നാനത്തെ നമ്മൾ ഓർക്കുകയും ആ അനുഭവം നമ്മൾ പുതുക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ 52 ആഴ്ചയുള്ള ഒരു വർഷം കൊണ്ട് കർത്താവിൻ്റെ ജനനം മുതൽ 2-ാമത്തെ വരവ് വരെയുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷകരെ തുടരുന്നു. ഒരു വിശുദ്ധ കുർബാനയിൽ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാമോദീസ തൊട്ട് ശവസംസ്കാരം വരെയുള്ളതായ ആ അനുഭവത്തിൽ മാമോദീസ ജനിച്ച യേശു മരിച്ചു ഉയർത്തതിനെ സ്വർഗ്ഗാരോഹണം ചെയ്ത് പെന്തക്കോസ്തിയുടെ അനുഭവത്തിൽ നമ്മൾ ആത്മഫലങ്ങൾ വിളയിക്കുന്നവരായ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങണമെന്നുള്ള കാര്യമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെയും നമ്മുടെ ഇടവകപ്പള്ളികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശിശുക്കളായിരുന്നപ്പോൾ സ്നാനമേറ്റവരാണ്. അത് നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയായിരുന്നു എന്ന് 1 പത്രോസ് 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സാക്ഷി ദോഷമുള്ളതാണ്. ദുർമനസാക്ഷിയാണ് നമുക്കുള്ളത്. പാപത്താൽ പങ്കിലമായത്, പാപത്തിൽ മരിച്ചത്, ജഡമോഹവും കൺമോഹവും ജീവിതത്തിൻ്റെ പ്രതാപവും കൊണ്ട് മരണമുള്ളതാണ് നമ്മുടെ ദേഹിയുടെ മണ്ഡലം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ പാപത്തിൽ ജനിച്ചവരായ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി ദുർമനസാക്ഷിയുള്ളവരായി ദൈവേഷ്ടം അറിയാനോ തിരിച്ചറിയാനോ അനുസരിക്കാനോ കഴിയാത്ത ദുർമനസാക്ഷിയാണ് നമുക്കുള്ളത്. നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ മാമോദീസയിൽ നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടവരും നമ്മൾ വിളിച്ചു വരുത്തിയ വിശ്വാസികളും ആ പുരോഹിതരും എല്ലാവരും കൂടെ ചേർന്ന് നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ അനുഭവമാകുന്ന പെന്തക്കോസ്തിയുടെ അനുഭവത്തിലാണ്. കർത്താവിൻ്റെ ജനനപ്പെരുന്നാളും മാമോദീസ പെരുന്നാളും എല്ലാം പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കവുമാണ്. എഹെസ്കേൽ 47 അധ്യായം നമ്മളിത് വായിച്ചു കേട്ടു. നമ്മളെല്ലാവരും പാദം നനയാൻ മാത്രം വെള്ളമുള്ള ഒരു നദിയിൽ നിന്ന ഒരു അനുഭവമാണ് മാമോദീസയിൽ ലഭിച്ചതെങ്കിൽ ഓരോ ദിവസത്തെയും ആരാധനയിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മളുടെ ആ ജീവിതം ഉയർന്ന് നമ്മുടെ തലയുടെ മുകളിലെത്തി നമ്മൾ പൂർണ്ണമായി ജീവനദിയിൽ മറയുന്ന ഒരു അനുഭവം വരുമ്പോൾ ഒരു തിന്മയും നമുക്ക് ചെയ്യാൻ ഒക്കുകയില്ല, ഒരു പാപവും നമ്മളെ തൊടുകയില്ല, ഒരു പിശാചും നമ്മളെ തൊടാത്ത അവസ്ഥയിലെത്തും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തലയോളം യേശുവിനോളം വളരുകയാണ്. യേശുവിനെ പോലെയും ആയിട്ട് യേശു തന്നെ നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ പൗലോസിയ പറയുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ് ഞാൻ ജീവിക്കുന്നത്. ഗലാത്യർ 2:20. അപ്പോൾ നമ്മളെല്ലാം ക്രിസ്തുക്കളാകുക എന്ന് പറഞ്ഞാൽ തലയോട് ചേരുന്ന ഉടൽ ആ തലയുടെ ഭാഗമായതുകൊണ്ട് ഒരു ശരീരമായി മാറുകയാണ്. അപ്പോൾ തലയായ ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഉടലായി കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ തല പറയുന്ന കേൾക്കുന്ന അവയവങ്ങളായി മാറിയാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറി. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട സന്ദേശം അതാണ്. നമ്മൾ യേശുവിനെ പോലെ മാത്രമായാൽ പോരാ, യേശു തന്നെ ആകണം എന്ന് പറഞ്ഞാൽ തലയോട് ചേർന്നിരിക്കുന്ന ഉടലിലെ കൈയും കാലും ആന്തരിക അവയവങ്ങളും ചങ്കും കരടും എല്ലാം തലയുടെ ഭാഗമാണ്. എന്തൊരു വലിയൊരു ഭാഗ്യമാണിത്.
അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശുക്രിസ്തു നമ്മളെ തലയോട് ചേരുന്ന ഉടലാക്കി മാറ്റി ഒരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെ കർത്താവായ യേശുവായിട്ട് നമ്മൾ മാറുക. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ ശരീരത്തിന് എത്ര കിലോഗ്രാം തൂക്കമുണ്ടെന്ന് നമുക്കറിയാം. ഇനി എത്ര വണ്ണമുണ്ട്, എത്ര പൊക്കമുണ്ട്, എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്ങനെ ഈ വെയിറ്റ് ഉണ്ടായി? ഒരു സെല്ലായിരുന്ന ഒരു ദിവസം നമുക്കുണ്ട്, അത് 2 ആയി 4 ആയി 8 ആയി 16 ആയി. അങ്ങനെ ബയോളജിക്കൽ സെൽ ഡിവിഷൻ അനുസരിച്ച് നമ്മുടെ ആ മാതാവിൻ്റെ ഉദരത്തിൽ കിടന്ന് നമ്മൾ 9 മാസം വളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ശിശുവായി. അമ്മയുടെ പാല് കുടിച്ച് തൂക്കം പിന്നെയും വർദ്ധിക്കുക. കുറേ കഴിയുമ്പോൾ ആഹാര സാധനങ്ങൾ, ആഹാരപാനീയങ്ങൾ കഴിച്ച് അത് ദഹിച്ച് പിന്നെയും തൂക്കം വർദ്ധിക്കുക. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാമോദിസ ഏറ്റപ്പോൾ യേശു നമ്മൾ ജനിച്ച് ഓരോ കുർബാനയിലും ആ യേശു നമ്മൾ വളരുക. അങ്ങനെ നമ്മൾ യേശുവായിട്ട് മാറുക, യേശുവിൻ്റെ ഉടലായി മാറുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കാര്യം. അപ്പം നമ്മുടെ ഇത്രയും നാളത്തെ സഭാജീവിതം കൊണ്ട് നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് പരിശോധിക്കുന്നു. അടുത്ത സ്റ്റേജിലേക്ക് വളരാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ കുർബാനയും ഇന്നത്തെ ധനഹായുടെ അല്ലെങ്കിൽ മാമോദിസയുടെ ആഘോഷവും യേശു പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നിടത്ത് നമ്മുടെ പ്രാണൻ മുഴുവൻ എത്തി. ആ പ്രാണനിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി തലയായ കർത്താവ് പറയുന്ന അതേപടി അനുസരിക്കുന്ന ജീവനുള്ള ആരോഗ്യമുള്ള അവയവങ്ങളായി നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മളെ കണ്ട ക്രിസ്തുവിനെ കാണുന്ന പോലെ. ഇത്രയും നാളും നമ്മൾ എവിടെയെല്ലാം പോയിരിക്കുന്നു, ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് ഇത് യേശുവിനെ പോലെ ഇരിക്കുന്നല്ലേ, യേശു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിനകത്ത് ഏതാണ്ട് തകരാറുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ആ തകരാറ് പരിഹരിക്കണം. സാധു സുന്ദർ സിംഗിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളായിരുന്നു സാധു സുന്ദർ സിംഗ്. യേശുവിനെ തെറ്റിദ്ധരിച്ച ആളാണ്. ഒരു സിഖുകാരൻ, വടക്കേ ഇന്ത്യക്കാരൻ, പഞ്ചാബുകാരൻ. താനൊരു മിഷണറിമാരൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അതൊക്കെ എല്ലാം ബൈബിൾ കൊടുക്കും. ഒരു ബൈബിൾ തൻ്റെ കയ്യിലും കിട്ടി. ക്രിസ്ത്യാനികളോടുള്ള വൈരാഗ്യം കൊണ്ടും വേദോസം ചുട്ടു ധരിച്ചു. തൻ്റെ ഒരു ഹിന്ദു എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാനൊക്കെയില്ല. ഇത് പശ്ചാത്തലയുടെ ദൈവമാണ് യേശു. അവരിങ്ങനെ ഇന്ത്യയെ കൊണ്ടുവന്നിറങ്ങിയിരിക്കുന്ന ഒരു ഇറക്കുമതി ചരക്കാണ് യേശു. എനിക്ക് വേണ്ട, പുസ്തകവും വേണ്ടാന്ന് കത്തിച്ച് കളഞ്ഞു എന്നാണ് പറയും. പക്ഷെ കത്തിച്ച് കളഞ്ഞ അന്ന് തൊട്ട് എനിക്കുണ്ടായ സ്വസ്ഥത മുഴുവൻ പോയി. ഒരു സമാധാനവും ഇല്ലാതെ, ഉറങ്ങാനൊക്കാതെ അസ്വസ്ഥനായി ജീവിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ച് വീടിൻ്റെ അടുത്തൂടെ പോകുന്ന ട്രെയിനിൻ്റെ പാളത്തിൽ തലവെച്ച് ആകാൻ തീരുമാനിച്ചു. സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയണം. ആ സത്യദൈവം ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. വെളുപ്പിനെ വീടിൻ്റെ വടക്കിൽ കൂടെ പോകുന്ന ട്രെയിനിൻ്റെ കീഴെ തലവെക്കാൻ പോവുകയാണ്. താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് വെളിപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ വേദോസം ചുട്ട് ധരിച്ചു. അപ്പം എനിക്ക് ഒരു സ്വസ്ഥതയില്ലാതായി. ഇതെന്താ എൻ്റെ കാര്യം? അങ്ങനെ രാത്രി മുഴുവനും വേദനയോടെ സത്യദൈവത്തിൻ്റെ വെളിപ്പാടിനായി കാത്തിരുന്നു. വെളിപ്പാടൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് തീരുമാനിച്ചു. പക്ഷെ അത് ആത്മാർത്ഥമായ ഒരു സത്യാന്വേഷണമായിരുന്നതുകൊണ്ട് ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. താനായിരുന്ന മുറിയിൽ യേശു പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പഞ്ചമുറിവുകൾ കാണിച്ചുകൊണ്ട്, നീ അന്വേഷിക്കുന്ന സമാധാനമായ ഞാൻ തന്നെയാണ് സത്യദൈവം. നിനക്ക് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം കത്തിക്കാനേ ഒക്കെ ഉള്ളൂ, പക്ഷെ എന്നെ കത്തിക്കാനൊക്കെ ഇല്ല. ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ആളാണ്. ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. ഞാൻ നിന്നെ വഹിച്ചുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. കണ്ടോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നിരിക്കുക. ഞാൻ നിനക്ക് സമാധാനം തരാൻ വന്നിരിക്കുക. നീ ട്രെയിനിൻ്റെ കീഴെ തലേന്ന് വെക്കേണ്ട കാര്യമില്ല. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തുന്നുള്ളൂ. നീ എനിക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ, യേശുവിൻ്റെ ദർശനം ഉണ്ടായപ്പോൾ തൻ്റെ അസമാധാനം മാറി. തനിക്ക് നദി പോലെ സമാധാനം ഹൃദയത്തിലോട്ട് ഒഴുകി വരാൻ തുടങ്ങി. ആനന്ദിച്ചു, സന്തോഷിച്ചു.
എൻ്റെ സംശയങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവാണ് സത്യദൈവം. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച് ഇതാ എന്നെയും തേടി വന്നിരിക്കുന്നു. അന്നേരത്തിന് തീരുമാനിച്ച് ഇനി ഞാൻ ഒരു മിനിറ്റ് പോലും ഒരു അന്ധനായ അന്ധവിശ്വാസിയായി ജീവിക്കുന്നില്ല. സത്യദൈവമായ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ തുള്ളിച്ചാടി സന്തോഷിച്ചു. ഉടനെ തന്നെ അതിൻ്റെ അടുത്ത മുറി കിടന്ന അപ്പൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, അപ്പ, യേശുക്രിസ്തു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, എൻ്റെ അസമാധാനമൊക്കെ മാറി, ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു, ആത്മഹത്യ ചെയ്യുന്നില്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചു, ജീവിക്കുന്നുണ്ട്, ഇനി ഞാൻ അവന് വേണ്ടി ജീവിക്കും. അപ്പം അപ്പം പറഞ്ഞു, നിനക്ക് പേക്കിനാവ് ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതാണ്, പോയി കിടക്കടാന്ന് പറഞ്ഞു. നീ ഏതാണ്ട് പേക്കിനാവ് കണ്ടതാണ്, നീ കിടന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്ത് എടുത്ത് എഴുന്നപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, യേശു എന്നെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, അവനാണ് സത്യദൈവം, അവൻ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തുന്നതിൽ ജീവിച്ചിരിക്കുന്നു, ഞാൻ ഇനി അവന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞു. എന്നും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവനെ വേദോസം മുഴുവൻ ഇരുന്ന് വായിച്ച് പഠിച്ച് ധ്യാനിക്കാൻ ആരംഭിച്ചു. ഒരു വേദശാസ്ത്ര കോളേജിൽ പോയി വേദോസം പഠിക്കാൻ ആരംഭിച്ചു. അവൻ ക്രിസ്ത്യാനിയായി അല്ലെ അവൻ പിന്മാറുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ അപ്പനും അപ്പനും മാനക്കേടായി. കാരണം പഞ്ചാബിലൊക്കെ താണ ജോലിക്കാർ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. അതൊരു മാനക്കേടായിട്ടാണ് അവിടെ ആപ്പിന് തോന്നുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് താഴ്ന്ന ജോലിക്കാരൊക്കെ ക്രിസ്ത്യാനികളായിട്ടുണ്ട്, ഉയർന്നവരാരും ക്രിസ്ത്യാനികളായിട്ടില്ല. അവരുടെ ധാരണ ഇത് താഴ്ന്ന പുറജാതിക്കാരുടെ, ഏറ്റവും താഴ്ന്ന ജാതികളുടെ ഒരു പരിപാടിയാണ്. അത് അപമാനമായി അവർക്ക് തോന്നി. അവരുടെ വർഗത്തിൽ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന പരിപാടിയുണ്ട്, മുറപ്പെണ്ണെന്ന് അതിൻ്റെ പേര്. അമ്മാച്ചന്മാരുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഈ സാധു സുന്ദര സിംഗിനെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്ന അമ്മാച്ചൻ്റെ മകളെയും അമ്മാച്ചനെയും ഇവരെല്ലാം അറിയിച്ചതേണ്ട ഇവനിങ്ങനൊരു ഭ്രാന്ത് പിടിച്ചിരിക്കുക, എങ്ങനെയാ ഇവനെ പിന്തിരിപ്പിക്കുന്നത്? അപ്പം അമ്മാച്ചനും അമ്മായിയപ്പനും ആയിട്ടുള്ള ആള് ഇവനെ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മോളെ കെട്ടുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക, സമയമാകാത്തതുകൊണ്ട് കാത്തിരിക്കുന്നതേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് നിനക്ക് തരാൻ വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ, വിലയേറിയ കാര്യങ്ങളിൽ അവർ അലമാരി തുറന്നങ്ങോട്ട് കാണിച്ചു. നീ എൻ്റെ മോളെ കെട്ടുമ്പോൾ തരാൻ വെച്ചിരിക്കുന്ന ഇത് മുഴുവനും നീ എന്തൊരു മണ്ടത്തരാ കാണിക്കുന്നത്? താഴ്ന്ന ജാതിക്കാരുടെ ക്രിസ്തുമതം നീ സ്വീകരിക്കാൻ പോവാണ്, ഞങ്ങൾക്ക് വാനക്കേടാണ്, നീ മണ്ടത്തരമൊക്കെ കളാം, നീ എൻ്റെ മോളെ കെട്ടി നിങ്ങൾ സന്തോഷമായി ജീവിക്കുക, കല്യാണം കഴിയുമ്പോൾ അന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളാണ് ഇതുകൂടെ എന്ന് പറഞ്ഞു. സുന്ദർ സിംഗ് പറഞ്ഞു, എനിക്ക് ഇതിനേക്കാൾ വരെയുള്ള ആളിനെ കിട്ടിയിരിക്കുന്നത്. ഏതാ? യേശുക്രിസ്തു എനിക്ക് കിട്ടും, അതാണ് എൻ്റെ സമ്പത്ത്. അതുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടുകയും വേണ്ട, ഈ ഇവള് കൊണ്ടുവരുന്ന ഈ സമ്പത്തും എനിക്ക് വേണ്ട, ഞാൻ അതിനേക്കാളൊക്കെ വലിയേറിയ ഒരാളെ എനിക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി തിരിച്ചു. ഇയാളെ പിന്തിരിപ്പിക്കാൻ ഒക്കുകയെന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവരെല്ലാവരും ക്രൂഢമായിട്ട് ആലോചിച്ച് അവൻ നമുക്ക് മാനക്കേട് വരുത്തും, ഈ ഭ്രാന്ത് മാറുന്ന ഭ്രാന്തല്ല, അടുവിനെ കൊന്നേക്കാമെന്ന് വിചാരിച്ചു. വിഷം കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു, ചത്തുപൊക്കോട്ടെ. വിഷം പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ചത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞെന്നാണ്. മുഴുവൻ ഛർദ്ദിച്ചു പോയി. ഛർദ്ദിച്ച് തളർന്ന് വഴി കിടന്നപ്പോൾ ആരോ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിലാക്കി ചികിത്സിച്ചു. അതിനുശേഷമാണ് അന്നുണ്ടായിരുന്നൊരു തിയോളജിക്കൽ കോളേജിൽ പോയി വേദശാസ്ത്രം പഠിച്ചത്. വേദോത്സവം പഠിച്ചു. അന്നു മുതൽ ഈ സുന്ദർ സിംഗിന് യേശുവിൻ്റെ ദർശനങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു. ആ യേശു ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, തന്നെ നടത്തുന്നയാളാണ്. താൻ യേശുവിന് വേണ്ടി എന്തൊക്കെ ഉപേക്ഷിച്ചു അതിന് 100 മടങ്ങ് അനുഗ്രഹങ്ങൾ അവന് കിട്ടാൻ തുടങ്ങി. ആ സുന്ദർ സിംഗ് തൻ്റെ പേര് മാറിയില്ല, വേഷം മാറിയില്ല. പേരും വേഷം ഒക്കെ മാറാതെ തൻ്റെ ജീവിതം മാറുന്നത് കാണിച്ചു കൊടുത്തു. മാകാമെന്ന് അന്വേഷണം വന്നിട്ടുണ്ട്, ഇയാൾ കേട്ടിട്ടുണ്ടോ? സുന്ദര സിംഗ് മാകാമെന്ന് അന്വേഷണം വന്നിട്ടുണ്ട്. അപ്പോൾ മാത്യൂസ് പറഞ്ഞ ബാലനായി ഓടിപ്പോയി കണ്ട കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സുന്ദർ സിംഗിനെ കണ്ട യേശുവിനെ പോലെ ഇരിക്കും, യേശുവാണെന്ന് പറയും. ആദ്യം അതാണ്ട് യേശു വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, സുന്ദര സിംഗ് 100% തൻ്റെ മനസ്സാക്ഷി യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വചനം 100% അംഗീകരിച്ച് ആ യേശുവിനെ ജീവിക്കാൻ തന്നെ ജീവിതം വിട്ടുകൊടുത്തപ്പോൾ
സുന്ദർ സിംഗിനെ കണ്ടാൽ യേശു. സുന്ദർ സിംഗ് യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ട് യേശുവിനെ സാക്ഷിക്കാൻ. അവിടുത്തെ പിള്ളേരെ ജീസസ് 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 പോകുന്നു എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാവരും കൂടെ ഓടിക്കുന്നു. അപ്പൊ നമ്മളെ ആരെയും കണ്ട് ജീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ പിള്ളേർ യേശുവിനെ ഏതാണ്ട് കുഴപ്പം പറ്റിയെന്ന്. ആ കുഴപ്പം തീരാൻ വേണ്ടി ഇപ്പം മാംസപ്പെരുന്നാൾ നടത്താൻ പോവുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാഹ് മാമോദീസ ഏറ്റപ്പോൾ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തു. പക്ഷെ ആ നല്ല മനസാക്ഷി ഇതുവരെയായിട്ടും ക്ലീൻ ആയിട്ടില്ല. നമ്മുടെ ദുർമനസാക്ഷിയായി ഇപ്പോഴും. ദുർമനസാക്ഷിയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ യേശുവാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ പ്രതികരണങ്ങൾ കണ്ടിട്ട് ഏതാണ്ട് വിചാരിക്കുന്നുണ്ട്, ഏതൊരു ദുർബോധ ഇരിപ്പുണ്ടെന്നേ തോന്നുന്നുള്ളൂ. എന്താ അപ്പൊ നമ്മുടെ പ്രതികരണങ്ങൾ കണ്ടാൽ യേശുവാണെന്ന് തോന്നുമോ അതോ ഏതാണ്ട് മുതുവിചാരി കയറിയ ഒരാളെന്ന് തോന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാമോദീസായാലും ഒരു ഭൂതത്തിനെ ഇറക്കി വിട്ടിട്ടാണ് യേശുവിനെ നമ്മുടെ ഉള്ളിൽ കയറ്റിയത്. പക്ഷേ ആ ഇറങ്ങിയ ഭൂതം തിരികെ വന്ന് നോക്കിയപ്പോൾ യേശുവിന് ഇരിക്കേണ്ട സ്ഥാനത്ത് അത് ശൂന്യമായി കിടക്കുന്നു. യേശു അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് 8 ഭൂതങ്ങൾ കയറിയ. അപ്പോൾ 8 ഭൂതങ്ങളുള്ള നാമധേയ ക്രിസ്ത്യാനികളെ കണ്ട യേശുവിനെ കാണാൻ തോന്നുന്നു, ഭൂതത്തിനെ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇറക്കി വിട്ട ഭൂതം വേറെ 7 കൂടെ 8 നടക്കുകയാണെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ ജാതി ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞനുസരിച്ച് 25 നോമ്പ് എടുത്ത് ഇറങ്ങിയോ? ധനകാപ്പെരുന്നാൾ പ്രമാണിച്ച് 2-3 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉപവസിച്ചോ? എന്താ അങ്ങനെയാണെങ്കിൽ ഇറക്കി വിട്ടത് ഈ ചെറിയ കാര്യം ഒന്നുകൂടെ ഇറക്കാൻ പോവുക, എന്നിട്ട് യേശുവിനെ ഒന്ന് വളർത്താൻ പോവുക. യേശു നമ്മുടെ ഉള്ളിലുണ്ടെന്ന കാര്യം നമ്മുടെ ശത്രു വേണം പറയാൻ. അമ്മായി അമ്മയിൽ യേശു ഉണ്ടെന്ന് മരുമകൾ പറയണം, മരുമകളിൽ യേശു ഉണ്ടെന്ന് അമ്മായി അമ്മയും പറയണം, നാത്തൂമാരും പറയണം, അയലക്കംകാരും പറയണം. ഇതെല്ലാം കഴിഞ്ഞാൽ ഇന്ത്യയിലെ 75% പേരെ കർത്താവിന് നേടാൻ സാധിക്കുകയുള്ളൂ. മാധ്യസമ്പാദനയുടെ ഒരു വെളിപ്പാടാണ് 75% പേരെ ബുക്ക് ചെയ്തിട്ടിരിക്കുക തോമാസിയായിക്ക്. പക്ഷെ യേശുവിനെ കൊടുക്കാനോ കാണിക്കാനോ വളർത്താനോ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോഴും 2.5% കർത്താവിൻ്റെ വരവ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷം യേശുവിനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ ക്ഷമ ചോദിക്കാനും, യേശു ഉള്ള കാര്യം ശത്രുക്കൾ പോലും പറയും, നിന്റെ കൂടെയുള്ള ദൈവം വലിയ ദൈവമാണ് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടുവന്ന ഇസാക്കിനെ കുറിച്ച് അന്നുണ്ടായിരുന്ന രാജാവാണെന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ യേശുവിനെ മറ്റുള്ളവർ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിശ്വാസങ്ങളോടും എല്ലാ ദുർമനസാക്ഷിയോടും യാത്ര പറയാൻ വേണ്ടി വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ചിലർക്ക് വരാനുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് പലരും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ആ ശുശ്രൂഷ നടത്താൻ വേണ്ടി അവരെ ആത്മാവിൽ കണ്ടുകൊണ്ട് അവരെയും കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വർഗാരോഹണം വരെയുള്ള ഈ കുർബാനയിലെ കാര്യങ്ങൾ ഓർപ്പിച്ചതിൻ്റെ ശേഷം അന്നേരമായിരിക്കും ധനഹായുടെ ശുശ്രൂഷ നടത്തുന്നത്. അത് വരുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ഹൂസോയോ വേണ്ടിയവർക്ക് മുമ്പോട്ട് വരാം. അതിനുശേഷം വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പുസ്തകമുള്ളവർക്ക് എടുക്കാണ്ട് നടുക്കാണ്. ബൈബിളുകളൊക്കെ ആ കസേര വെച്ചിട്ടുണ്ട്. പുസ്തകം എടുക്കാവുന്നവർക്കെല്ലാം എടുത്താട്ട് മാമോദിസ പെരുന്നാളിൽ നമ്മളെ വഹിച്ചുകൊണ്ടാണ് യേശു യോർദാനിൽ മുങ്ങിപ്പൊങ്ങിയത്. ആ അനുഭവം നമ്മുടെ ആത്മാവിലുള്ളത് നമ്മുടെ ദേഹിയിലും നമ്മുടെ ശരീരത്തിലും വന്ന് നമ്മൾ യേശുവിനെ സ്വന്തമാക്കി യേശു നമ്മൾ ജീവിക്കുന്ന കാര്യം ലോകത്തിലുള്ളവർ കാണണം. അതിന് നമ്മളെങ്ങനെ ജീവിക്കണം? യേശു നമ്മളെ വഹിച്ചുകൊണ്ട് 30-ാം വയസ്സിൽ സ്നാനമേറ്റപ്പോൾ യോഹന്നാൻ സ്നാപകനുമായി ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഇവയെല്ലാം ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി പുസ്തകമുള്ള എല്ലാവർക്കും തന്നെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന് 1-17 ഭാഗം ശ്രദ്ധിക്കാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവേനെന്ന് യഹൂദ്യയിലെ മരുഭൂമിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാതകൾ നിരപ്പാക്കുവിനെന്ന് വിജനപ്രദേശത്തെ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇവനെ കുറിച്ചാകുന്നു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ളതായ വസ്ത്രവും അതിൽ തോൽവാറും ധരിച്ചിരുന്നു. കറൂബ് വൃക്ഷത്തിന്റെ ഫലവും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. യെരുശലേമിൽ യഹൂദ്യ മുഴുവനിലും
യോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങളേറ്റു പറഞ്ഞ് യോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. അനേകം പരീശന്മാരും സാദൂക്യരും മാമോദീസ ഏൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാര്? മാനസാന്തരത്തിന് യോജിച്ചതായ ഫലം പുറപ്പെടുവിക്കുകയും അബ്രാഹാം ഞങ്ങൾക്ക് പിതാവായുണ്ട് എന്ന് വിചാരിക്കുകയും പറയുകയും വേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹാമിന് സന്തതികളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാ, വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് മാമോദീസ നൽകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു. അവന് ചെരുപ്പ് വഹിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങൾക്ക് മാമോദീസ നൽകും. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിരുകടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ യോഹന്നാനിൽ നിന്ന് മാമോദീസ ഏൽക്കേണ്ടതിന് യേശു ഗലീലായിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുക്കൽ വന്നു. ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ ഏൽക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്ത് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. യേശു അവനോട്, ഇപ്പൊ സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും തികയ്ക്കുകയാണ് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. യോഹന്നാൻ അത് സമ്മതിച്ചു. യേശു മാമോദീസ സ്വീകരിച്ച ഉടൻ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു ശബ്ദവും സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. സ്വല്പസമയിരിക്കാം. യോർദാൻ നദിയിൽ കർത്താവ് സ്നാനമേറ്റ പരിസരത്തിലെ ആ സാഹചര്യത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുകയായിരുന്നു. മാനസാന്തരപ്പെട്ട പാപബോധം ഉണ്ടായിരുന്നവർ സ്നാനമേറ്റുകൊണ്ടിരിക്കുമ്പോൾ സ്നാനം ഏൽക്കുന്നവരുടെ ക്യൂവിൽ കർത്താവ് കയറി നിന്നു. ഇപ്പൊ കണ്ടവർക്ക് എന്നാ വിചാരിച്ചു കാണും, ഇവൻ എന്നാ പാപം ചെയ്താ വന്നിരിക്കുന്നു? എന്താ കുമ്പസാരിക്കുന്ന സാഹചര്യത്തിൽ പെസഹ പെരുന്നാളിന് കുർബാന അനുഭവിക്കാൻ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഒത്തിരി പേര് ക്യൂ നിൽക്കും കുമ്പസാരിക്കാൻ, ആണ്ട് കുമ്പസാരത്തിന്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്നാ, ഏതാണ്ടൊക്കെ ചെയ്തേച്ച് വന്ന് നിൽക്കുക എല്ലാവരും. പാവിടല്ലേ വന്ന് കുമ്പസാരിക്കുള്ളൂ അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ യോഹന്നാൻ്റെ അടുത്ത് സ്നാനം ഏൽക്കാൻ വന്ന് ഒത്തിരി പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കർത്താവും കയറി നിന്നു. അപ്പൊ കണ്ടവരൊക്കെ എന്നാ വിചാരിച്ചു, അവിടെ മഹാഭാവം ചെയ്തേച്ച് വന്ന് നിൽക്കുക, അയാളും മുങ്ങാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചു. ആ വിചാരം ശരിയാണോ? ഒരു പാവവും ഇല്ലാത്തവനും സ്നാനം ഏൽക്കാൻ വന്നിരിക്കുന്നു. എന്തിന്? എന്തുകൊണ്ട്? അതറിഞ്ഞിരിക്കണം. യോഹന്നാന് ചോദിച്ചു, ഇതെന്തിനാ? ഞാനല്ലേ അങ്ങിൽ നിന്ന് സ്നാനം ഏൽക്കേണ്ടത്? ഞാൻ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി, പക്ഷെ ഞാനും കുറവുള്ളവനാ, ഞാനും മനുഷ്യനല്ലേ. സ്ത്രീകൾ ജനത്തിലേക്ക് മഹാനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനും കുറവുള്ളവനാ. പക്ഷെ തന്നെയല്ല, ഞാൻ ഇവരെല്ലാം ശാസിച്ചിട്ടുണ്ട്. ദുഷ്ടനെ ശാസിച്ചാൽ കറ പറ്റുമെന്നാ ബാക്കി ഇവിടെ സദൃശ്യവാക്കി എത്രയാ? അപ്പൊ അത് മറന്നുപോയെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എത്ര? 9. അതൊന്നും എടുത്താട്ടെ. ഈ ദുഷ്ടന്മാരെ ശാസിച്ചാൽ കറ പറ്റും, അതിനകത്തൊരു കറയുണ്ട്. അപ്പൊ ഈ യോഹന്നാന്റെ പണി എന്നായിരുന്നു? കാണുന്നവരെല്ലാം ശാസിക്കുക. അവരെ വിളിച്ചതന്നെ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചു. പാമ്പിന് സ്വഭാവ കാണിച്ചത്. അപ്പൊ അവരുടെ കുറച്ച് അശുദ്ധി ഇങ്ങോട്ട് കയറി കാണുകയല്ലേ. ശാസിക്കുന്നവർക്ക് കറ പറ്റും. കണ്ടോ? ബാക്കി എത്രയാന്ന് കണ്ടോ? എത്രയാന്ന് പറഞ്ഞാട്ടെ. സദൃശ്യവാക്യങ്ങൾ 30 അധ്യായം 9 അധ്യായം ഒന്ന് വായിച്ചാട്ടെ. പരിഹാസിയെ ശാസിക്കുന്നവന് ലജ്ജ സമ്പാദിക്കും, ദുഷ്ടനെ വസിക്കുന്നവന് കറ പറ്റും. അപ്പൊ ശാസിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടോ. ഭർത്താവിനോട് യോജിച്ചിട്ടൊക്കെ ചെയ്യാവൂ. കാണുന്ന കുറ്റമല്ലേ ഏറ്റു പറഞ്ഞാൽ ആ കറയല്ലേ അഞ്ഞു പറ്റിയിരിക്കും.
ആരുടെയെങ്കിലും മുഖത്ത് ഇച്ചിരി കരി പറ്റിയിരിക്കുന്നിരിക്കും. അയ്യോ ഇതുകൊണ്ട് കരി പറ്റിയിരിക്കുന്നവർ ഞങ്ങൾ തൊട്ടാൽ എന്നാ പറ്റും? കരി കയ്യാൻ പറ്റും, കാറ്റോടെ കരി അങ്ങ് പോവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ കുറ്റം പറയുന്നവർ ശാസിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. കറ പറ്റിക്കുകയും തൊട്ടെടുക്കുക. ദൈവാത്മാവ് പറഞ്ഞിട്ട് ഈ പണി ചെയ്യാവൂ. ദൈവാത്മാവ് പറഞ്ഞിട്ട് ചെയ്താൽ ദൈവാത്മാവ് തന്നെ ഒന്ന് കഴുകിക്കോളും. മനസ്സിലായോ? ചുമ്മാ കയറി ആരുടെയും കുറ്റം പറഞ്ഞേക്കരുത് കേട്ടോ. എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണുക നല്ലത്. ആരുടെയും കുറ്റം പറയാതെ എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണാമെങ്കിൽ അങ്ങനത്തെ കറ നമുക്ക് പറ്റത്തില്ല. എന്നിട്ട് അവർ തന്നെ പറയണം, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യാം. യോഹന്നാൻ എന്താ സംഭവിച്ചത്? യോഹന്നാനോട് ദൈവാത്മാവ് പറഞ്ഞു ഇവരെല്ലാം കുറ്റം പറഞ്ഞു, ഇവരെല്ലാം ശാസിക്കേ. പ്രവാചകൻ എന്ന നിലയിൽ അവരെ അവരുടെ കുറവ് ഏറ്റു പറഞ്ഞ് അവരെ മാനസാന്തരപ്പെടുത്ത അവരെ തല്ലിപ്പൊട്ടിക്കേ. ഒരു കൂട്ടരെ വിളിച്ച് എങ്ങനെയാ? സർപ്പസന്തതിയെ. സർപ്പത്തിന്റെ സ്വഭാവമായിരുന്നു അവർക്ക്. അപ്പൊ അതുപോലെ യോഹന്നാൻ ഞാൻ ഈ വചനം മുഴുവൻ അറിയാവുന്നയാളാ, ഞാൻ ദുഷ്ടനെ ശാസിച്ചിട്ട് കറ പറ്റിയ ഞാൻ വന്നവനെ എല്ലാം മുക്കി 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 വിടുക. അപ്പൊ ഞാനിപ്പോ എന്റെ പേരിൽ ഇങ്ങനെ കറയുടെ എണ്ണം കൂടി നീ എന്നെ ഒന്ന് കുളിപ്പിക്കാവുന്നതായി ചോദിച്ചു. മനസ്സിലായോ? ഞാനാണിപ്പോൾ അനേകരുടെ കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ആ കുറ്റങ്ങൾ ഏറ്റുപറയിപ്പിച്ച് അശുദ്ധനായി തീർന്നിരിക്കുന്ന എനിക്കൊന്ന് കുളിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് പറ്റിയ ആൾ നീ തന്നെയാണ്. പാപമില്ലാത്ത നീ വേണം എന്നെ കുളിപ്പിക്കാൻ. അപ്പൊ കർത്താവ് സമ്മതിച്ചോ? അതിന്റെ കാര്യം അത് നമുക്കറിയേണ്ടത്. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നോ? ഞാനാണ് നിന്റെ അടുത്ത് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് നീ എന്നെ കുളിപ്പിക്കാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. യേശു പറഞ്ഞത് ഇപ്പൊ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും തികയ്ക്കുകയാണ് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. അത് യോഹന്നാന് മനസ്സിലായി. യോഹന്നാൻ അത് സമ്മതിച്ചു. എന്താണ് ഈ നീതി തികയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതിന് ഒത്തിരി മർമ്മങ്ങൾ മറിഞ്ഞിരിപ്പുണ്ട്. യോഹന്നാനെ ഭൂമിയിലേക്ക് അയച്ചത് യേശുവിന് വഴി ഒരുക്കാനാണ്. യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. മാനസാന്തര സ്നാനവും അവർക്ക് കൊടുത്തു. യേശു യോഹന്നാന്റെ അടുത്ത് വന്നതിന്റെ കാര്യം എന്താണ്? യേശു ലോകത്തിന്റെ പാപം മുഴുവൻ വഹിച്ച് മരിക്കാൻ വന്നയാളാണ്. ഇപ്പൊ യോഹന്നാൻ സകല പാപികളോടും മാനസാന്തരപ്പെടണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം യോഹന്നാന്റെ കയ്യിലായിട്ടുണ്ട്. ഇനി യോഹന്നാന്റെ കയ്യിൽ നിന്ന് കർത്താവ് അത് വാങ്ങിക്കാൻ പോവുക. മനസ്സിലാൻ മതി. അതുകൊണ്ട് ഇതിനൊരു മുൻകുറിയായിട്ട് ലേവ്യ പുസ്തകം 1-4 വാക്യത്തിൽ പഴയ കാലത്ത് ഇതിനൊരു മുൻകുറി ഉണ്ടായിരുന്നു. ഏതാ? ബലി കഴിക്കുമ്പോൾ പാപികൾ ആടുമാടുകളെ ബലി കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ ഈ ആടുമാടുകളുടെ തലയിൽ കൈവെക്കണമായിരുന്നു. ഇവരുടെ പാപം അതിന്മേലാക്കിയിട്ട് വരികയായിരുന്നു. മനസ്സിലായി? എത്രയാ? ലേവ്യ പുസ്തകം 1 ലേവ്യ 1:4 വായിച്ചാട്ട്. ലേവ്യ പുസ്തകം 1:4 യോഹന്നാൻ സ്നാപകനെ കർത്താവിന്റെ തലയെ വെക്കാൻ പറയാൻ കാരണം തലയെ കൈവച്ച് പാപം മുഴുവൻ തന്റെ മേൽ ആക്കി ബലിയാടാക്കുകയായിരുന്നു. എത്രയാണോ? ലേവ്യ 1 ഒന്ന് വായിക്കാവോ? വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ എന്നിട്ട് കാളയുടെ തലയിൽ കൈവച്ചു. കാളയർക്കണം. അപ്പൊ ബലി അർപ്പിക്കാൻ കൊണ്ടിരുന്ന കാളയുടെ തലയിൽ പാവിയായ മനുഷ്യൻ കൈവെക്കണമായിരുന്നു. അതെന്തിനാ? തന്റെ പാവം മുഴുവനും കാളയിലാക്കിയിട്ട് അത് താൽക്കാലികമായി യേശു കാൽവറിയിൽ നമ്മുടെ പാപങ്ങളേറ്റ് മരിക്കുന്നതിന് മുമ്പുള്ള ഒരു മുൻകുറിയായിട്ടാണ്. ഇതുപോലെ യോഹന്നാൻ സ്നാപകൻ ചെയ്ത പണി തന്നെയാണ്. മനുഷ്യജാതിയുടെ മുഴുവൻ പാപവും തന്റെ മേലാക്കിയിട്ട് താൻ അതെടുത്ത് കർത്താവിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് യേശു കാൽവറിയിൽ മരിച്ചോളാൻ പോകുന്നു. സൂത്രം മനസ്സിലായോ? ഇതാണ് നീതി. പിതാവിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് നീതി എന്ന് പേര് പറയുന്നത്. പിതാവിന്റെ ഇഷ്ടവും പിതാവിന്റെ കൂടെ ഇരുന്ന് 30 കൊല്ലം മരുഭൂമിയിൽ ഇരുന്ന് പഠിച്ച കാര്യം ഇതാണ്. മനുഷ്യജാതിയുടെ പാപം മുഴുവനും യേശുവിന്റെ തലയിലാക്കി യേശു മരിക്കണം. ഈ കാര്യമാണ് യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് മാനസാന്തര സ്നാനം ചെയ്ത് അവരുടെ പാപങ്ങളെല്ലാം കറയെല്ലാം ഏറ്റുവാങ്ങി അതെല്ലാം കൂടെ കൂട്ടി തന്റെ കയ്യിലാക്കി കർത്താവിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് യേശു സ്നാനം കഴിഞ്ഞ് പോയപ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടെന്ന് സാക്ഷ്യം പറഞ്ഞു. അത് യോഹന്നാന്റെ ശിഷ്യനായിരുന്നു യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ ഈ പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു യോഹന്നാൻ. ആ ശിഷ്യൻ ഇത് കേട്ടപ്പോഴാണ് യേശുവിന്റെ പുറകെ
പോയത്. ഇത് ലോകത്തിന്റെ ഭാഗത്ത് വയ്ക്കുന്നത് കുഞ്ഞാടാണോ? ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ ഞാനോ കുറയണം അവനോ വളരണം, ഇവനെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യരായി മാറി. അതായിരുന്നു നീതി. ഈ നീതിയെക്കുറിച്ച് വല്ല ബോധവും നമുക്കുണ്ടോ? അപ്പൊ നീതി എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പാപികളായ മനുഷ്യരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യന്റെ പാപം മുഴുവനും തന്റെ പുത്രനായ യേശുവിലാക്കി യേശു ആ ശിക്ഷ വഹിച്ചിട്ട് അവർ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാകണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയാണ് നടപ്പിലാക്കുന്ന ആ നീതി എന്ന് പറയുന്നത്. അപ്പൊ പിതാവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു നീതി, പിതാവിന്റെ പദ്ധതി മനസ്സിലാക്കുന്ന ഒരു നീതി, നടപ്പിലാക്കുന്ന മറ്റൊരു നീതി, ഇങ്ങനെ പല നീതികളുണ്ട്. ഇവിടെ പറയുന്നത് ഇപ്പോൾ സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും തയ്ക്കണം. ഇപ്പൊ ഒന്നിലധികം നീതിയുടെ അനുഭവങ്ങളുണ്ട്. സകല നീതി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ നീതി എന്താണ്? മനുഷ്യജാതിയുടെ മുഴുവൻ പാപശാപങ്ങൾ യേശുവിന് തലയിലാക്കുക. ഈ സ്നാനത്തിലൂടെ ഞാൻ ആ പണി ചെയ്യാൻ പോവാം. ആ തലയിലാക്കി കഴിഞ്ഞാൽ അതും വഹിച്ചുകൊണ്ട് കർത്താവ് നടക്കുക. എന്നിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ പുറകെ വരിക, അവനിൽ വിശ്വസിക്കുക, എന്നിട്ട് കുരിശിന്റെ ചുവട്ടിലെത്തുക. യേശു കാൽവരി കുരിശിൽ മരിക്കുമ്പോൾ നിങ്ങളാരും ഇനിയും പാപത്തിൽ മരിക്കേണ്ട കാര്യമില്ല, പാപത്തിന് വേണ്ടി മരിക്കേണ്ട കാര്യമില്ല. ഞാൻ മരിച്ചിരിക്കുന്നു, പക്ഷെ ഇനിയും ജീവിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ മരണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ആരും പാപത്തിൽ ജീവിക്കണ്ട. അതുകൊണ്ട് സകല ശിക്ഷയും ഞാൻ എൻ്റെ മേലാക്കി. അത് ദൈവത്തിന്റെ നീതിയാണ്. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഒരു കോടതിയിൽ നിന്ന് തൂക്കി കൊല്ലാനായിട്ട് ഒരാളെ വിധിച്ചാൽ അയാളെ വെറുതെ വിടാൻ ഒക്കുകയില്ല, അയാളെ കൊന്നേ മതിയാവും. അങ്ങനെ ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഒരു വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠൻ മിടുക്കൻ സമർത്ഥൻ, പഠിച്ച് ലോയൊക്കെ പഠിച്ച് വക്കീലായി, അവസാനം ഒരു ജഡ്ജിയായി. അനിയൻ മണ്ടൻ, പഠിക്കാതെ ഭോഷനായി നടന്ന് തോറ്റ് കള്ളനായി, കൊലപാതകനായി പിടിക്കപ്പെട്ട് കേസായി. കേസ് ചേട്ടൻ്റെ കയ്യിൽ തന്നെ വന്നു. ചേട്ടൻ ജഡ്ജിയുടെ അടുത്താണ് അനിയനെ വിധിച്ചു. തെളിവ് സഹിതം കേസ് കൊടുത്തു. അവൻ കുറ്റക്കാരനാണ്, പലരെ കൊന്നിട്ടുണ്ട്, മദ്യപാനിയാണ്, വ്യഭിചാരിയാണ്, ഒത്തിരി അപഹരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാം തെളിവ് സഹിതം വക്കീലന്മാരെ കൂടെ നിരത്തി വെച്ചു. ഇവനെ തൂക്കിക്കൊല്ലണമെന്ന് തീരുമാനിച്ചു. ന്യായമാണ്, തൂക്കിക്കൊല്ലണം. ഡേറ്റ് തീരുമാനിച്ചു. അതുവരെ അവനെ ജയിലിലിട്ടു. തൂക്കിക്കൊല്ലേണ്ടതായ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ രാത്രി സമയത്ത് ഈ ജഡ്ജിയായിരിക്കുന്ന സഹോദരൻ സത്യവിശ്വാസിയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആളുമായിരുന്നു. അപ്പോൾ ആ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അനുജൻ തൂക്കിക്കൊല്ലപ്പെടാൻ പോവുകയാണല്ലോ, അവനെ രക്ഷിക്കാൻ എന്താ മാർഗം? അവന് ഭാര്യയും 5-6 പെൺപിള്ളേരും ആണുള്ളത്, അവരൊക്കെ എങ്ങനെ കെട്ടിച്ചു വിടും? ഇവൻ കൊല്ലതാത്തനാണെങ്കിലും ഭർത്താവെന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഇനി ഇയാളും കൂടെ മരിച്ചു കഴിഞ്ഞാൽ കുടുംബം അനാഥമാകുമല്ലോ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലെ നീ ജഡ്ജിയാണെങ്കിലും ഈ സഹോദരന് വേണ്ടി നിനക്ക് മരിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ തയ്യാറാണോ ആ കുടുംബം രക്ഷപ്പെടാൻ? അതിനെന്താ വഴിയെന്നറിയാവോ? തൂക്കിക്കൊല്ലുന്നതായ ആ വിധി നടപ്പിലാക്കേണ്ട ഒരു ദിവസം രാവിലെ ആണെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഇവൻ കിടന്നുറങ്ങുന്ന സമയം ഈ ജഡ്ജിയായിരിക്കുന്ന ആ ജ്യേഷ്ഠൻ ജയിലിലെ വാർഡനെ വിളിച്ചിട്ട്, എനിക്ക് ഈ പ്രതിയോടൊന്ന് സംസാരിക്കാനുണ്ട്. വാർഡനെ അങ്ങ് പറഞ്ഞു വിട്ടു, പൊക്കോ, നീ ഞാൻ പോയി കിടന്നു, രാത്രി ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം, ഞാൻ രാത്രിയിലൂടെ എൻ്റെ അടുത്ത് നിൽക്കാം, നിങ്ങൾ പോയി കിടന്നോളാം പറഞ്ഞു. അങ്ങനെ വാർഡനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. കതവ് കൊട്ടി സഹോദരനെ കണ്ട് സംസാരിച്ചു. ഞെട്ടിപ്പോയി. സഹോദരൻ ഇനിയും വഴക്ക് പറയാനാണോ വന്നിരിക്കുന്നത്? തനിക്ക് മാനക്കേടല്ലേ? ജഡ്ജി ആയിരിക്കുന്നയാളുടെ അനിയനെ ആ ജഡ്ജി തന്നെ തൂക്കൊല്ലാൻ വിധിച്ചു. എന്തൊരു നാണം കേടാ! ഒന്നുകൂടെ ചീത്ത വിളിച്ചേച്ച് കൊല്ലാനാണോ ഇയാൾ വന്നതെന്ന് വിചാരിച്ച് ഇറങ്ങലിച്ച് നിൽക്കുക. സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു. ജഡ്ജി എന്ന നിലയിൽ ഞാൻ സഹോദരനെ കുറ്റം വിധിച്ചെങ്കിലും സഹോദരൻ എന്ന നിലയിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കാൻ പോകാം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരേ മാതാപിതാക്കൾ ജനിച്ചവരാണ്. ഇങ്ങനെയായി വിധി ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു,
അതുകൊണ്ട് ഞാൻ നിനക്ക് പകരം മരിക്കാൻ പോവാം. അതെങ്ങനെ? ഇതിനെ കളിയാക്കാനാണോ? അപ്പം ഈ തൂക്കിക്കൊല്ലുന്നവർക്ക് ഒരു പ്രത്യേക ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചുകൊണ്ടാണ് ജഡ്ജിയുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. നീ എൻ്റെ വേഷം കെട്ട്, ഞാൻ നിൻ്റെ വേഷം കെട്ട വെച്ചു മാറി. തൂക്കിക്കൊല്ലപ്പെടേണ്ട ആളിൻ്റെ വേഷം ആൾ കൊടുത്തു, ജഡ്ജി ഇട്ടു. ജഡ്ജിയുടെ വേഷം ആളിട്ടു. ഞാനതിന് വേണ്ടി മരിക്കുന്നത്. നീ ജീവിച്ചു വരും, മേലാൽ പാപം ചെയ്യരുത്. യേശു നമുക്ക് വേണ്ടി മരിച്ചു വരുന്നതായിട്ടുണ്ട് ഞാനിത് നിന്നോട് കാണിച്ചിരിക്കുന്നത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനി മേലാ മര്യാദകൾ കാണിക്കുന്നു. നീ കുടിക്കണ്ട. കാരണം കൊതിതീരൊക്കെ കുടിച്ചല്ലോ. കൊതിതീരെ വ്യഭിചാരം ചെയ്തു, കൊതിതീരെ കുടിച്ചു, കൊതിതീരെ എല്ലാം ചെയ്തു, ജീവിതം അവസാനിച്ചു, മരണത്തിന്റെ വക്കിലെത്തി. ഇനിയും ജീവിക്കുന്നത് ക്രിസ്തുവായിരിക്കണം നിന്നിൽ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ, എൻ്റെ കുടുംബത്തെയും നിന്റെ കുടുംബത്തെയും ഏൽപ്പിക്കുകയാണ്. ഏട്ടത്തി അനിയത്തിയെ നിങ്ങൾ സംരക്ഷിച്ച് വളർത്തിക്കോ, ഞാൻ പോവുകയാണ്. എനിക്ക് വിശ്വസിക്കാനൊന്നുമില്ല. കാലേ കയറി പിടിച്ച കരഞ്ഞു, എൻ്റെ അച്ചായോ ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ ഈ മനസ്സ് വന്നു? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചോളാം. ഞാൻ മേലാലിനി കുടിക്കുകയില്ല, ഞാൻ മേലാലിനി ഒരു പാപം ചെയ്യല. എൻ്റെ ജീവിതം മുഴുവൻ തീർന്നു. എനിക്ക് സൗജന്യമായി കിട്ടിയിരിക്കുന്ന ഈ ജീവിതം ഞാൻ നന്ദിയോടെ ഓർത്ത് നന്നായി ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. തമ്മിൽ ചുംബിച്ചു, യാത്ര ചോദിച്ചു, വേഷങ്ങൾ മാറി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ജഡ്ജിയുടെ വേഷത്തിൽ നടക്കുന്ന ഈ പ്രതിയെ കണ്ടവരൊക്കെ ജഡ്ജിയാണെന്ന് കേട്ടതിന് അതിന് ഒരുപോലെ കണ്ടായിരിക്കും, ഒരേ ഛായയാണ്. അപ്പോൾ ആരും നോക്കിയില്ല. ജഡ്ജി മുമ്പേ പോകുന്ന വേണ്ടി തിരിച്ചങ്ങ് പോയി. ജഡ്ജി പോയി. തൂക്കിക്കൊല്ലാൻ വന്നവർ നോക്കിയപ്പോൾ തൂക്കിക്കൊല്ലേണ്ട വേഷത്തിൽ ഇയാളോട് ഇരിപ്പുണ്ട്. ഒന്ന് അയാളെ തൂക്കിക്കൊന്നാണ്. ചരിത്രം എങ്ങനെയാണ്? ഈ കഥ തന്നെയാണ് കാൽവരിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനാണ് യേശു നമ്മുടെ സഹോദരനായിട്ട് വരാൻ വേണ്ടിയാണ് യേശു കന്യമറിയാവുന്ന മനുഷ്യാവതാരം ചെയ്തത്. പഴയ അങ്ങനെ ഒരു നിയമമുണ്ട്. സഹോദരങ്ങളിൽ ഒരാൾ പാപ്പരായി പോയാൽ, എല്ലാം കടം കയറി പോയാൽ, ഒരു സമ്പത്തും ഇല്ലെങ്കിൽ, വീടൊക്കെ ജപ്തിയായി അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ കടക്കാരും കൊണ്ടുവരാൻ വരുമ്പോൾ ഒരു സഹോദരന് വേണമെങ്കിൽ ജാമ്യം നിന്ന് അത് വീണ്ടെടുത്ത് ആ വീടിനെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ആ നിയമപ്രകാരമാണ് രൂത്തിനെ ബോവസ് കല്യാണം കഴിച്ചത്. രൂത്ത് വീണ്ടെടുക്കുകയായിരുന്നു. താൻ സഹോദരനായതുകൊണ്ടാണ് അങ്ങനെ ഒരു സഹോദരൻ എന്ന നിലയിൽ വന്ന് വീണ്ടെടുത്ത രൂത്തിന് ജീവിതം കൊടുത്തു. ഇതുപോലെ നമ്മൾ പാപത്തിൽ മരിക്കേണ്ടവരാണ്, തകർന്ന് പോകേണ്ടവരാണ്. നമുക്ക് ജീവിതം തരാൻ വേണ്ടി യേശു നമ്മുടെ സഹോദരവർഗത്തിലാകാൻ വേണ്ടിയാണ് കന്യമറിയാമിൽ നിന്ന് മനുഷ്യനായി തീർന്നത്. കന്യമറിയാം ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പ്രതിനിധിയായി യേശുവിനെ ജന്മം കൊടുക്കുവാൻ തന്നെ ജീവിതം വിട്ടുകൊടുത്തു. വചനം മാംസം ധരിക്കാൻ തുടങ്ങിയപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പൊക്കിൾ തണ്ട് വഴി ശക്തി വലിച്ചെടുത്ത് ജീവിച്ചതുപോലെ കന്യമറിയാമിന്റെ രക്തവും ജീവനും ശക്തിയും വലിച്ചെടുക്കാൻ കർത്താവ് ആ കന്യമറിയാമിൽ നിന്ന് പൊക്കിൾ തണ്ട് വഴി ശക്തി വലിച്ചെടുത്തപ്പോൾ 9 മാസം വളർന്ന യേശു കുഞ്ഞ് ഒരു മനുഷ്യക്കുഞ്ഞായി മാറി. അതെന്തിനാണ്? പാപികളായ നമ്മളെ രക്ഷിക്കാനുള്ള സഹോദരവർഗത്തിൽ പെടാനാണ്. അപ്പം നമുക്ക് യേശു നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? യേശുവിൻ്റെ സഹോദരവർഗത്തിൽ പെടണമെങ്കിൽ നമ്മൾ യേശുവിനെ കൈക്കൊള്ളണം. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12 അനുസരിച്ച് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്കെല്ലാം യേശുവിൻ്റെ ദത്തുമക്കളായി, ദൈവത്തിന്റെ ദത്തുമക്കളായി സഹോദരവർഗത്തിലേക്ക് കയറിയാൽ യേശുവിന് നമ്മുടെ പാവം ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കാൻ സാധിക്കും, ജാമ്യം നിൽക്കാൻ സാധിക്കും. എത്ര വലിയ സംവിധാനമായത്! അപ്പൊ നമ്മൾ യേശുവിനെ കൈക്കൊണ്ടു, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഇനി മേലാൽ പാപം ചെയ്യുന്നു പറഞ്ഞാൽ മഗ്ദലക്കാരത്തി മറിയെ പോലെ ഇനി യേശുവിനെ കൂടെ മാത്രമേ നടക്കാവൂ. ഒറ്റയ്ക്കുള്ള പോക്കൊക്കെ തീക്കുക. ഇനിയും പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നിന്നെ വിട്ട് ഞാൻ ഇനി പോകുകയില്ല എന്ന് പറഞ്ഞ മഗ്ദല മറിയത്തിനെ പോലെ നമ്മൾ തീരുമാനം എടുക്കുക. ഞാൻ മരിക്കേണ്ടതായിരുന്നു, ഞാൻ തകരേണ്ടതാണ് എന്ന് എനിക്ക് വേണ്ടി യേശു മരിച്ചത്. അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുണ്ട്, അവൻ എന്നിൽ ജീവിച്ചോട്ട്. എനിക്കിനി സ്വന്തമായിട്ടൊരു ജീവിതമില്ല, ഇനി ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിലാണ് എന്നിൽ ജീവിക്കുന്നു പറഞ്ഞ് നമുക്ക് പാപത്തോട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് വലിയൊരു കടബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരന് വേണ്ടി മരിച്ചപ്പോൾ ആ രക്ഷപ്പെട്ടയാളിന് എന്തുമാത്രം കടപ്പാടുണ്ടായി. ആ കടം വീട്ടാൻ വേണ്ടിയാണ് അവൻ പാപം ചെയ്യാതെ രണ്ട് വീടിനെ നോക്കേണ്ടി വന്നു. രക്ഷപ്പെട്ടു പോയാൽ ചേട്ടന്റെ അനിയന്റെയും കുടുംബത്തെ നോക്കാൻ വേണ്ടി അധ്വാനിച്ച് വേല ചെയ്ത് ആ കുടുംബം രക്ഷപ്പെട്ടു എന്നാണ് കഥ.
അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി കൈക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ ഒരു പാപവും ഇനിയും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പൊ യേശു വരികയാണ്, ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കർത്താവിന്റെ കല്യാണ മണ്ഡപത്തിലെത്തി ഈ സഹോദര വർഗത്തിലായിരിക്കും നമ്മളെ മണവാട്ടിയാക്കി ഒരു കല്യാണം നടന്നാൽ നിത്യ ജീവിതത്തിൽ രാജാവിൻ്റെ അഞ്ഞാണ് ജീവിക്കാൻ പോകുന്നുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇനിയും ജീവിക്കുന്നത് കള്ളം പറയാനല്ല, മോഷ്ടിക്കാനല്ല, മദ്യപിക്കാനല്ല, എനിക്ക് വേണ്ടി മരിച്ചു കയറ്റുന്നതിന് യേശുവിന് വേണ്ടി ജീവിക്കുക കടം വീട്ടാനാണ്. അതുകൊണ്ട് നമ്മളൊരു ഉണ്ണക്കാര്യമൊന്നുമല്ല. നമ്മളിനി കഷ്ടപ്പെട്ടാൽ എന്താ ചെയ്താലും കടം വീട്ടുക. കടം വീട്ടുന്ന വലിയ കാര്യം വരുവാണോ? നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം കടം വീട്ടാനാണ്. ഒന്നും മീൻ പഠിക്കാനല്ല. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ധ്യാനമെന്ന് നടക്കുന്നത് എനിക്ക് പറയാനിപ്പോ. എന്നെക്കാൾ കഷ്ടപ്പെടുന്ന ആളായിരിക്കുന്നത്. ഒത്തിരി ലാഭം പോലില്ലാതെ കഷ്ടപ്പെടുക എന്നിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഈ ബോധമുണ്ട്, ഇത് ഞങ്ങൾ കടം വീട്ടുക. ജീവിക്കാൻ അർഹതയില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് ഞാൻ. 16-ാം വയസ്സിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. യേശു എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചുകൊണ്ട് നീ ജീവിക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ടാണ് എനിക്കിത് കടം വീട്ടുക. യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതുകൊണ്ട് വരുന്നവരെല്ലാം സങ്കടം കേൾക്കുക, അവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക, അവരെല്ലാം പാപത്തിന് പരിഹാരം വരുത്തുക, അവരെല്ലാം സഹായിക്കുക. കിട്ടുന്ന മുഴുവനും 3-4 അനാഥ മതങ്ങൾക്ക് വേണ്ടി കഞ്ഞിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സമ്പാദ്യവും ഇല്ല, ഒരു സമ്പാദ്യവും വേണ്ട. അന്നത്തെ കാര്യം നടന്നാൽ മതി. എന്തിനാ? യേശു തന്റെ ജീവൻ മുഴുവൻ എനിക്ക് തന്നതിന് കടം വീട്ടാൻ വേണ്ടി കിട്ടുന്ന മുഴുവൻ കടം വീട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ കടം കിട്ടിക്കൊണ്ടേയിരിക്കും, കൊടുത്തുകൊണ്ടിരിക്കും. ബാങ്ക് അങ്ങനെയല്ലേ, കടം കൊടുത്തും വാങ്ങിച്ചും അങ്ങനെ ബാങ്ക് ജീവിക്കുന്ന പോലെ നമുക്കും ജീവിക്കാൻ സാധിക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനൊരു വാക്യം കൂടെ പൗലോസ് ചെയ്യുക. ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ച് നടന്നതിന്റെ ഇടയിൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പൗലോസിയായിക്കൊണ്ടായ സന്തോഷവും ആനന്ദവും ജീവിതത്തിൽ റോമാലേഖനം 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യവനന്മാർക്കും ബർബന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. 14-ാം വാക്യം എടുത്താട്ടെ. റോമർ 1:14. ഈ ബോധം നമുക്കുണ്ടോ? നമ്മളിന്ന് ജീവിക്കുന്നത് കർത്താവ് മരിച്ചതുകൊണ്ടും ഉയർത്തെഴുന്നേറ്റതുകൊണ്ടുമാണ്. എനിക്ക് ഒരു അവകാശവും പറയാനില്ല. ഞാൻ എന്നാ ചെയ്താലും എനിക്ക് കടം കിട്ടിയത് ഞാൻ ശകലം കുറേശ്ശെ കൊടുത്തു വീട്ടുക. ഇനിയും തീരാനുണ്ട്, കിട്ടുന്നതെല്ലാം കടം വീട്ടണം. ആ ബോധം നമുക്കുണ്ടോ? റോമർ 1:14 നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അപ്പൊ അങ്ങനെ ആ കടം വീട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടി ജീവിക്കാനൊന്നുമില്ല, ആരോടും ഒരു കണക്കും പറയാനില്ല. കിട്ടുന്നെല്ലാം കടം വീട്ടി നമുക്ക് യേശുവിന്റെ കല്യാണത്തിന് എന്തെങ്കിലും കടം വീട്ടിയാൽ കൊള്ളാമെന്ന വിചാരത്തിൽ നമുക്ക് ജീവിതയാത്ര ചെയ്യാം. അതിന് നമ്മുടെ ഈ ആരാധന ഉതകട്ടെ. ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. പുതിയ തീരുമാനം എടുക്കുക. സഹോദരനായി ഈ ലോകത്തിൽ മാതാവിൽ നിന്ന് ശരീരം എടുത്തു വന്ന യേശു നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ മരിച്ചു വരുന്നേറ്റിയും നമ്മൾ നമ്മുടേതല്ല, യേശുവിന്റെ വകയാണ്. ആ യേശു ജീവിക്കാൻ നമ്മൾ ഇതുവരെയും വിട്ടുകൊടുക്കാൻ ഒരു അനീതി. ഒരാൾ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ആ വിലയ്ക്ക് വാങ്ങിയാൽ കൊടുക്കാതിരിക്കുന്ന അനീതിയാണ് യാത്ര പറയുന്നത്. കർത്താവേ, ആ മര്യാദകൾ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു. നീ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞാൻ കടം വീട്ടാൻ വേണ്ടി ഒരു ജീവിതം നിനക്ക് തരുന്നു. ഞാൻ എൻ്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി കുർബാന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായി ഉള്ളതായ വിശ്വാസങ്ങൾ ഒതുക്കി അങ്ങനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി നമ്മൾ ഒരിക്കൽ കൂടെ താമസായിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കളുടെ പദവിയിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന പിശാചുകൾ ഇളകിപ്പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ശബ്ദമായി ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അകത്തെ ഒളിച്ചിരുന്നതെല്ലാം ഇളകിപ്പോയിക്കൊണ്ടിരിക്കുക. പോകുന്നതിന് ശബ്ദമൊക്കെ വേണ്ടേ, പോയതൊന്നും അറിയണ്ടേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ മറിഞ്ഞു കിടന്ന അശുദ്ധികൾ, വ്യഭിചാരത്തിന്റെയും സ്വയഭോഗത്തിന്റെയും മദ്യപാനത്തിന്റെയും എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളുടെയും പുറകെ പിശാചുണ്ട്. ഇതൊന്ന പക്ഷം അസൂയ, പിണക്കം, ക്രോധം, ശാഠ്യം, പകവന്നതയും, ജാരശങ്ക, മദ്യപാന, വെറുക്കൂത്ത്, അത്യാഗ്രഹ, വിഗ്രഹസേവ, ദുർനടപ്പിലെത്തിക്കുന്ന ആഭിചാരം, മത്സരം. ഈ 15 തരം ജഡത്തിന്റെ പ്രവൃത്തികളും പിശാചിന്റെയാണ്. അത് നമ്മുടെ അകത്ത് കയറിയിട്ട് ജയിപ്പിക്കുക, നമ്മളെ അവന്റെ കൂടെ കത്തിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ വിശ്വാസം പുതുക്കിയിരിക്കുന്നവരോട് നമ്മൾ ദൈവമക്കളുടെ പദവിയിലേക്ക് കൂടിയപ്പോൾ ആ ഒളിച്ചിരുന്ന പിശാചെല്ലാം വെളുക്കി ചാടി പോയിക്കൊണ്ടിരിക്കുക. പടിഞ്ഞാറ വാതിൽ വഴി യാത്ര പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതിന് പകരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൂരസ്ഥരായിരുന്നു നമ്മൾ സമീപസ്ഥരായിക്കൊണ്ടിരിക്കുന്നത്. പിശാച് നമ്മളെ ദൂരസ്ഥരാക്കിയെങ്കിൽ ഇപ്പോൾ നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതലിന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെ പുറത്താക്കിയിരിക്കുന്നു, അവന് പകരം കൊടുത്തിരിക്കുന്നു. അവൻ പന്നികളിൽ കയറി ആ വെള്ളത്തിൽ പോയ പോലെ പകരത്തിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവമക്കളുടെ അവകാശങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ യാചിക്കാൻ പോവുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഭാഗ്യവാന്മാരായ 12 സ്ത്രീയന്മാര് പെന്തക്കുസ്തിക്ക് ശേഷം ഒന്നിച്ചു കൂടിയിരുന്ന് എഴുതിയതായ ഒരു കുർബാന തക്സ, ആ കുർബാനക്രമം ഉപയോഗിച്ച് ഇന്നത്തെ വിശുദ്ധ കുർബാന സ്വർഗത്തിൽ എത്തിക്കുകയാണ്. അത് നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ, പാപത്തിൽ നിന്ന് ജയം പ്രാപിപ്പാൻ, അങ്ങനെ നമ്മുടെ എല്ലാ കടവും വീടുവാൻ, അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗകോടതിയിൽ വാദിച്ച് നമുക്ക് നേടിത്തന്ന രക്ഷ നമ്മൾ സ്വന്തമാക്കാൻ നമ്മൾ ഈ ത്രോണോസിലെ വെച്ചിരിക്കുന്ന കുരിശിൽ കൂടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കണ്ണിലേക്ക് നോക്കുക. പാപപ്പാമ്പിൻ്റെ കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ബലഹീനതയുണ്ടെങ്കിലും എന്തെല്ലാം കുറവുണ്ടെങ്കിലും കണ്ണ് ചത്താലും ചാകാത്ത ഒരു അവയവമാണ് നമുക്ക്. രക്തോട്ടം നിന്നാലും ചങ്കിടിപ്പ് നിന്നാലും നമ്മുടെ കണ്ണ് ചാകുന്നില്ല. ആ കണ്ണിന് ജീവനോടെ പലതും കാണാൻ കഴിവുള്ളത്. അതുകൊണ്ടാണ് മരിക്കുന്ന ഒരാളുടെ കണ്ണെടുത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കണ്ണ് ഇപ്പോൾ അവങ്കിലേക്ക് നോക്കുകയാണ്, അത് പ്രകാശിതരാകും. ആ കണ്ണിന് ജീവനുണ്ടാകുവാൻ തൊക്കണം. നല്ലവണ്ണം നിന്ന് അവങ്കിലേക്ക് നോക്കി 12 ശിഷ്യന്മാര്, അതിലെ പത്രോസും യോഹന്നാനും ഒക്കെ ഒരു മുടന്തനെ നോക്കിയപ്പോൾ അവർ ചാടി എഴുന്നേറ്റതുപോലെ നമ്മുടെ എല്ലാ ബലഹീനതകളിൽ നിന്നും ബലം പ്രാപിച്ച് ചാടി എഴുന്നേറ്റ് കർത്താവിന്റെ സാക്ഷികളായി കർത്താവ് ജീവിക്കുന്നു ശത്രുക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. യാതൊരു നവനത്തിന്റെ കണ്ണിൽ നിന്നും നേക്കുണ്ടായിരിക്കുകയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിൽ സംബന്ധിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് തന്ന കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ വചനിപ്പ് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്ന ആ സുവിശേഷതയെ നമ്മൾ പങ്കുചേരുകയായിരുന്നു. സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ വരെ നമ്മൾ ഓർപ്പിച്ചു. കർത്താവിൻ്റെ ഈ മാമോദിസ പെരുന്നാളിൽ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ കാര്യം റീകൺഫേം ചെയ്യാൻ വേണ്ടിയാണ് മുങ്ങിക്കാണിച്ചത്. ദൈവസന്നിധിയിൽ പിതാവ് പറഞ്ഞു, മനുഷ്യജാതിയുടെ പാപശാപം ഞാൻ നിന്റെ മേലാക്കും, നീ അത് വഹിച്ചുകൊണ്ട് മരിക്കണം, പാതാളം വരെ പോകണം, ആത്മാക്കളെ നേടിയെടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് മടങ്ങി വേണം. സമ്മതിച്ചിരിക്കുന്നു. അതിലെന്തെല്ലാം വേദന ഉണ്ടെങ്കിലും സഹിച്ചോണം. അതെല്ലാം സമ്മതിച്ച് ഏറ്റു പറഞ്ഞ് ബേത്ലഹേം മുതൽ 30 വർഷക്കാലം എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുന്നത് ഈ വാക്ക് പാലിക്കാനുള്ള കഴിവിരിക്കുക തന്നെ എന്നായിരുന്നു. ആ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചത് കാൽവറി മലയെ കാണുകയായിരുന്നു. മനുഷ്യജാതിയുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി ബലിയാടായി ബലിമൃഗമായി മരിച്ചുയർത്തെഴുന്നേറ്റിട്ട് പിതാവിന് നഷ്ടപ്പെട്ടതായ മനുഷ്യജാതിയെ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച് തിരികെ കൊണ്ട് തന്നേക്കാം. ആ വാക്ക് റീകൺഫേം ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് മുങ്ങിപ്പൊങ്ങി കാണിച്ചത്. പിതാവിന് ഭയങ്കര സന്തോഷമാണ്. നീ വാക്ക് പാലിച്ചല്ലോ, നിനക്ക് വേണേൽ പിന്മാറാമായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ നീ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം നീ മറന്നിട്ടില്ല. നീ എല്ലാ ദിവസവും അത് രഹസ്യപ്രാർത്ഥനയിൽ ഓർത്തു. ഇന്നിതാ 30ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മാതാവിന് ദൈവാത്മാവ് ഈ വെളിപ്പാടൊക്കെ കൊടുത്തി. മാതാവിനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ കൊച്ചിനെ വളർത്തിയതിന് വളരെ നന്ദി. മനുഷ്യജാതിക്ക് ഉടന് വേണ്ടിയാണ് നീ കൊച്ചിനെ വളർത്തിയത്. തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്ന് യെശയ്യാ പറഞ്ഞ കാര്യം അതിന് നിവൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു. മാതാവ് 30 കൊല്ലം യേശുവിനെ വളർത്തിയത് തൈരും തേനും കൊണ്ടാണ്. തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ച യേശു ദൈവം മനുഷ്യനായി തീർന്നിട്ട് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരെ വഹിച്ചുകൊണ്ട് തിന്മയെ തള്ളി നന്മയെ തീർക്കാനുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയോ? ആ സ്വാതന്ത്ര്യം പിതാവ് പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് ഒരു പാപത്തിനും അടിമയാകാൻ വേണ്ട കാര്യമില്ല. അതിനെല്ലാം പരിഹാരം വരുത്തി ഉയർപ്പിൻ്റെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാപത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് യേശുവിൻ്റെ കരങ്ങളിൽ ഇരുന്നുകൊണ്ട് നീതി മാത്രം പ്രവർത്തിക്കാൻ സാധിക്കും, നീതി നിവർത്തിക്കാൻ സാധിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചിട്ട് മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി ദൈവത്തെ പ്രസാദിപ്പിച്ച് മനുഷ്യർക്ക് ജന്മസാഫല്യം സാധിക്കും എന്നുള്ള കാര്യം അനേക വിശുദ്ധന്മാർ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് 12 ശിഷ്യന്മാരുടെ നാമത്തിലുള്ള കുർബാന തക്സയാണ് ഉപയോഗിച്ചത്. പെന്തിക്കോസ് കഴിഞ്ഞ് ആ 120 പേരിൽ 12 അപ്പോസ്തലന്മാർ അവസാനമായി യൂദായ്ക്ക് പകരം വന്ന മത്യാസം കൂടി എഴുതിയ ആ കുദാശക്രമമാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചത്. അത് നമ്മളെ കർത്താവ് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം നമ്മുടേതാക്കുവാൻ മതിയായതാണ്. അത് കുടിശ്ശിക തീർത്ത് നമ്മൾ വാങ്ങിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും നമ്മൾ ആ യേശുവിനെ തലയോളം വളരുകയാണ്.
അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ താമസിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ തലയോട് ചേരുന്ന ഉടലാകാൻ ഇനി എവിടെയൊക്കെയോ വളരാനുണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. ആർക്കും എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അത് വളർച്ച പൂർത്തിയാകാത്തതുകൊണ്ടുള്ള ബലഹീനതയാണ്. അത് കർത്താവിനോട് പറഞ്ഞാൽ ആ ബലഹീനത പരിഹരിക്കാൻ വേണ്ടി ബലഹീനതയിൽ ബലം വർദ്ധിച്ചു വരും എന്നുള്ള വചനം അതിൻ്റെ അർത്ഥമാണ്. എന്തെങ്കിലും ബലഹീനത ഉണ്ടായാൽ നിരാശപ്പെടലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, കർത്താവ് ഇന്ന ഭാഗത്ത് എനിക്കൊരു ബലഹീനതയുണ്ട്. അപ്പോൾ ആ ബലഹീനത പരിഹരിക്കാനുള്ള ബലവുമായി ഓടിയെത്തും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മരവിപ്പുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? കൈകൊണ്ട് തരുമോ? ഇപ്പൊ രക്തം ഓടിച്ചെല്ലും. എന്താ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ബലഹീനത ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ഉടനെ തൊട്ടടുത്തുള്ള കൈയോട് പറയുന്നത് തിരുമിയേക്കാൻ. കൂട്ടായ്മയ്ക്ക് വന്നാലുള്ള ഗുണം അതാ കേട്ടോ. ആത്മാവിൽ കൂട്ടായ്മയ്ക്ക് വന്നാലുള്ള ഗുണം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അറിയാം ആർക്കെല്ലാം എന്തെല്ലാം ബലഹീനത ഇവിടെ ഉണ്ടോ നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൗനമായി പ്രാർത്ഥിച്ചപ്പോൾ ഇന്നിവിടെ ആരെല്ലാം വരും, ആർക്കെല്ലാം എന്തെല്ലാം ബലഹീനത ഉണ്ടായിരിക്കും, എന്തെല്ലാം സങ്കടവുമായിട്ട് അവർ വരുന്നത്, അതിനെ എങ്ങനെ സഹായിക്കണം എന്ന് ചോദിച്ചതിന് മറുപടിയായി ഇപ്പം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ആത്മാവിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ആരാധിച്ചാൽ മതി. പോകേണ്ടത് പൊക്കോളും വരേണ്ടത് വന്നോളും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആരാധനയിൽ കൂടിയാണ്. ആഹാരം കഴിക്കുമ്പോൾ ആഹാരവും നീഹാരവും നിദ്രയും കഴിയുമ്പോൾ നമുക്ക് എന്തൊരു സുഖമാണ്. പകൽ 2-3 നേരം ആഹാരം കഴിച്ചു, സുഖമായി കിടന്നുറങ്ങി, ഒന്ന് കക്കൂസിൽ പോയിട്ട് വരുമ്പോൾ എന്തോ ഒരു സുഖമാണ് ഇല്ലേ? എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടമാണ്. ആഹാരം, നീഹാരം, നിദ്ര, ഇത് ആവർത്തിക്കുക. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ജീവന്റെ അപ്പമായി യേശുവിനെ കഴിക്കുക, അത് ദഹിക്കുക. ദഹിച്ചു കഴിയുമ്പോൾ കുറച്ച് വേസ്റ്റ് വരും, അത് നീഹാരമായിട്ട് പോകണം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബലഹീന വശത്തേക്ക് രക്തം ഇതുകൊണ്ട് ചെല്ലുക. ഓക്സിജനും പോഷകങ്ങളുമായി രക്തം ഓടിച്ചെല്ലുന്നു, നമ്മുടെ ബലഹീന വശങ്ങൾ ബലപ്പെടുന്നു, നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് ജന്മസാഫല്യം അടയുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും വളരുന്നതനുസരിച്ച് നമ്മുടെ കഴിവ് വർദ്ധിച്ചു വരികയാണ്. വളർച്ച പൂർത്തിയായാൽ നമ്മൾ യേശുവിൻ്റെ അത്രയും കഴിവ് ഉള്ളവരായിത്തീരും. അതുമാത്രമല്ല, യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. മാതാപിതാക്കൾ പ്രായപൂർത്തിയായ മക്കളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്യിപ്പിക്കുമോ? ചെയ്യിപ്പിക്കണം. പ്രായപൂർത്തിയായ മക്കളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് നീ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് കണ്ട് സന്തോഷിക്കണം. അപ്പൊ അതുകൊണ്ട് കുറെ മാതാപിതാക്കൾ മക്കളെ വളർത്തി അവർ മാതാപിതാക്കളോടും വളർന്നു. അവരെക്കാൾ ബുദ്ധിയും കഴിവുണ്ടെന്ന് കണ്ടാൽ അവർ ചെയ്യാത്ത വലിയ കാര്യം കൂടെ ചെയ്യില്ലേ? അങ്ങനെയാണല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ആ വാക്ക് എവിടെയാണെന്നറിയാമോ? യോഹന്നാൻ 14:12 പറയുന്നത്, കർത്താവിൽ വിശ്വസിച്ച ആത്മാവിൽ നിറയാമെങ്കിൽ യേശു ചെയ്തതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ വലുത് ചെയ്യാൻ കഴിയുന്നതിന്റെ കാര്യം കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ പോയിരിക്കുന്നുണ്ട്. ഇന്ന് യുദ്ധശക്തി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന്റെ കാരണം എന്താ? പവർ ഹൗസിൽ നിന്ന് ആ ശക്തി ഇങ്ങോട്ട് വരുന്നു. അണക്കെട്ടിൽ കിട്ടുന്ന ആ വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ച് ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ സ്വിച്ചിട്ട് അവിടെ നടക്കുക. അതുകൊണ്ട് കർത്താവ് തന്റെ ശക്തി മുഴുവനും നമ്മളെ വഹിച്ചുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത പിതാവിനെ ഏൽപ്പിച്ച് സ്വർഗത്തിലെ പവർ ഹൗസിൽ പോയിരിക്കുകയാണ്. നമ്മളിലേക്ക് ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അങ്ങ് സ്വിച്ചിട്ടാൽ മതി, കാര്യം നടന്നുകൊണ്ടിരിക്കും. ചെയ്യുന്ന കാര്യം കർത്താവ് ചെയ്തതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കർത്താവ് 33.5 വർഷം കൊണ്ട് വേല തികച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? കുറച്ച് പേരെ ഉണ്ടായിരുന്നു. അത്രയും പേർക്ക് അത് കിട്ടിയുള്ളൂ, അവർക്ക് അത് സാധിച്ചുള്ളൂ. കാത്തിരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? 120 പേര്. പക്ഷെ പത്രോസിന് ഒറ്റ പ്രസംഗത്തിൽ എത്ര പേരെ കിട്ടി? അവർ വലിയ കാര്യം ചെയ്തോ? കിട്ടി. കർത്താവ് 3.5 കൊല്ലം മെനക്കെട്ടിട്ട് 120 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. കർത്താവ് സ്വർഗത്തിൽ പോയി ശക്തി കൊടുത്തപ്പോൾ പത്രോസ് 3000 പേരെ നേടി. പിന്നെ 5000 ആയി, പിന്നെ ലക്ഷക്കണായി, ഇപ്പൊ കോടിക്കണക്കാണ്. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ മക്കളുള്ള ആർക്കാ? അപ്പോ പത്രോസിന്റെ സിംഹാസനത്തിൽ ലോകം മുഴുവനും കോടിക്കണക്കിന് പേര്, ലക്ഷക്കണക്കിന് അച്ഛന്മാര്, ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകള്, ഇവരെല്ലാം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പത്രോസിന് കിട്ടിയ ഗുണം കണ്ടോ? അപ്പൊ അതുപോലെ നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായി നമ്മൾ യേശുവിൽ വളരാമെങ്കിൽ, യേശുവിനോട് ചേരാമെങ്കിൽ തലയോട് ചേരുന്ന ഉടലായാൽ മതി. തല പറയുന്നതനുസരിച്ച് അങ്ങ് നമ്മൾ നീങ്ങിക്കഴിയുമ്പോൾ സ്വിച്ചിടുമ്പോൾ എന്തെല്ലാം മെഷീൻസാണ് വർക്ക് ചെയ്യുന്നത്. എന്തെല്ലാം വലിയ വലിയ മെഷീൻസാണ് ഒരു സ്വിച്ച് ഇടുമ്പോൾ അങ്ങോട്ട് നടക്കുന്നത്. അതുകൊണ്ടല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലാകാമെങ്കിൽ വിശ്വാസത്തിന്റെ സ്വിച്ചിട്ടാൽ മതി. ദൈവം ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യിപ്പിക്കാൻ കർത്താവ് ശക്തനാണ്. അത് ഈ 2.5% ഇന്ത്യയിലുള്ളവരെ 75 ആവുമെന്ന് ഞാൻ വിശ്വസിക്കാൻ പോകും. നാത്തിസർബാജ് വിശ്വസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് ആശ്രമവും അനുമോദനമൊക്കെ തുടങ്ങിയത്. അവിടെ നടക്കാഞ്ഞപ്പോൾ അത് ഇങ്ങോട്ട് മാറി.
നടക്കുന്നിടത്തൊക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുക. അത് സാധിക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ അത് നമ്മൾ ഒരുങ്ങിയാൽ മതി. നമ്മൾ ഒരുങ്ങിയാൽ മതി. പത്രോസിനെ കൊണ്ട് 3000 പേരെ 5000 പേരെ കോടിക്കണക്കിന് പേരെ നേടാമെങ്കിൽ നമ്മളും എത്ര മണ്ടനാണെങ്കിലും ദൈവത്തിനാൽ വിശ്വാസം ഉണ്ടെങ്കിൽ പറ്റുമെന്നുള്ളവർ. ആ വിശ്വാസത്തോടെ നമ്മൾ ഇന്ന് കർത്താവിന്റെ മാമോദീസായിൽ പങ്കുചേരുക. കർത്താവിന്റെ മാമോദീസായിൽ നമ്മുടെ ആത്മാക്കളെ വഹിച്ചിരുന്നു. ആ ആത്മാക്കളാണ് മാമോദീസായിൽ പുരോഹിതനിലൂടെ നമുക്ക് കിട്ടിയത്. ആ ആത്മാവ് പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ യേശുവിനെ പോലെ മാത്രമല്ല യേശു തന്നെയാകുക. യേശുവിന്റെ തലയോട് ചേരുന്ന ഉടലായി മാറി അങ്ങനെ നമുക്ക് ജന്മസാവലിനോട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വലിയ കാര്യങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തമാക്കാൻ മാതാവിനെ വിശുദ്ധന്മാരെ എല്ലാം വിളിക്കുകയാണ്. ആ യോർദാൻ നദിയിൽ വന്ന യോഹന്നാനും കർത്താവും അതുപോലെ മാമോദീസായിട്ട് യേശുവിനോട് ചേർന്ന് വീണ്ടും ജനത്തിന്റെ അനുഭവം ലഭിച്ച എല്ലാ വിശുദ്ധന്മാരും ഇപ്പോൾ ഇവിടെ വരികയാണ്. യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിൽ വസിക്കുവാനും യേശുവിനാൽ ഉപയോഗിക്കപ്പെടാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾ എന്നിലും വസിച്ചാൽ വളരെ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞ അനുഭവം അന്വർത്ഥമാക്കുവാൻ കർത്താവേ, ഞാൻ നിന്നെ അവിശ്വസിച്ചത് ക്ഷമിക്കണം, ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാമെങ്കിൽ ദൂക്കിരിയതും വീശിക്കൊണ്ടെന്നൊരു അടുത്ത് വരാൻ പോവുക. എല്ലാ അവിശ്വാസങ്ങളും മാറി വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ആത്മനിർഭരവും ലഭിച്ചിട്ട് നമ്മൾ യേശുവിന്റെ അവയവങ്ങളാകാൻ പോവുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ധൂപപ്രാർത്ഥന തുടരും. അതിനുശേഷം ദിനഹായുടെ ശുശ്രൂഷ ആരംഭിക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സ്വീകരണം. ഈ ശുശ്രൂഷയുടെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കർത്താവ് യോർദാൻ നദിയിലേക്ക് പോയ സാഹചര്യത്തിൽ പരിശുദ്ധ മാതാവ് ദൈവാത്മാവ് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് തൻ്റെ മകനെ യോർദാനിലേക്ക് യാത്ര അയക്കുന്ന രംഗം വേദോസത്തിൽ എഴുതിയിട്ടില്ല. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത, ദൈവമനുഷ്യൻ്റെ ഗീത എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. മാതാവ് ഈ ജനുവരി മാസം 6-ാം തീയതി രാവിലെ രണ്ടുപേരും കൂടെ പതിവ് പോലെയുള്ള പ്രഭാത പ്രാർത്ഥന നടത്തിയിട്ട് മോനെ 30 വയസ്സ് പൂർത്തിയായിരിക്കുന്നു, മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി ബലിയാകാനാണ് ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചെന്നെ ഏൽപ്പിച്ചത്. നിനക്ക് യേശു എന്ന് പേരിട്ടത് രക്ഷകനായതുകൊണ്ടാണ്. ഞാൻ പല പ്രാവശ്യം 100 കണക്കിന് 1000 പ്രാവശ്യം 30 കൊല്ലത്തിനിടയിൽ ഞാൻ നിന്നെ യേശു എന്ന് വിളിച്ചപ്പോഴൊക്കെ നീ ഓർത്തു ഞാൻ രക്ഷിക്കണം എന്നുള്ള കാര്യം നീ ഓർപ്പിച്ചു. അപ്പോൾ അങ്ങനെ അതിൻ്റെ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് യോർദാൻ നദി വരെ നടന്നു പോകുമ്പോൾ വഴിയാഹാരമായ ഒരു ബാഗിനകത്ത് ആപ്പിളും മുന്തിരിങ്ങായും ഉണക്കമുന്തിരിങ്ങായും ഒക്കെ കൊടുത്തു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവ് അതെല്ലാം വാങ്ങിച്ച് പോയ വഴിക്ക് ഇതൊക്കെ കഴിച്ച് അങ്ങനെ അമ്മ അനുഗ്രഹിച്ച് ഒരുക്കി വിടുക. ഞാൻ ഒറ്റയ്ക്കാണെന്ന് നീ വിചാരിക്കേണ്ട, എന്നെ ഈ വലിയ വേല ഏൽപ്പിച്ച പിതാവ് എൻ്റെ കൂടെയുണ്ട്, മലാഹമാരെൻ്റെ കൂടെയുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നീ മനുഷ്യജാതിക്ക് വേണ്ടി ബലിയാകണം, കാൽവറിയിൽ തകരണം, ഉയർക്കണം, സ്വർഗാരോഹണം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഒന്നുകൂടി ഓർപ്പിച്ചിട്ട് ആ കർത്താവ് പോകുന്ന രംഗം നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ. ആ മാതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. കർത്താവ് യോർദാൻ നദിയിൽ അവിടെ മാനസാന്തര സ്നാനം ഏറ്റുകൊണ്ടിരുന്നവരുടെ കൂടെ ക്യൂവിൽ കയറി നിന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടു. താനും ഭാവിയാണെന്ന് വിചാരിച്ചു. അതെ, ഞാൻ പാപം ചെയ്തിട്ടില്ലെങ്കിൽ പാപം ആക്കപ്പെട്ടവനാ. എവിടെയാ വാക്കെന്നറിയാവോ? 2 കൊരിന്ത്യർ 5-21 വാക്യം. യേശു പാവിയല്ല, പാപം ചെയ്തിട്ടില്ല, പക്ഷെ പാപം ആക്കപ്പെട്ടയാളാണ്. പാവിക്ക് വേണ്ടി പാവിയുടെ സ്ഥാനത്ത് പാപമാക്കപ്പെട്ടതുകൊണ്ട് പാവിയുടെ സ്റ്റാറ്റസേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ എന്നെ നല്ല ഗുരു എന്ന് ഇപ്പം വിളിക്കേണ്ട കാര്യം എന്നാ? ഞാൻ ലോകത്തിന് പാപത്തെ വയ്ക്കുന്ന കുഞ്ഞാടാണ്. പാവിയെ വഹിക്കുന്ന ആളുടെ സ്റ്റാറ്റസേ എനിക്കുള്ളൂ. എന്നെ നല്ലവനെന്ന് ഇപ്പം വിളിക്കണ്ട. പക്ഷെ ഉയർത്തേന്നേരം സ്മരണം ചെയ്ത് യേശു നല്ലവനാണോ? യേശു നല്ലവൻ എന്നുമുള്ള അങ്ങനെ ഇന്ന് പാടാം. അങ്ങനെ യേശു നല്ലവനായതുപോലെ നമ്മളും നല്ലവരാകണമെങ്കിൽ നമ്മളിലെ പാപത്തിൻ്റെ അവകാശങ്ങൾ മുഴുവൻ തീരണം. അതുമാത്രമല്ല, കടം മുഴുവൻ വീടിയാലേ നമ്മൾ ഫ്രീ ആവുള്ളൂ. അപ്പോൾ യേശു എന്തുമാത്രം നമുക്ക് വേണ്ടി കടം വീട്ടിയിരിക്കുന്നു. നമ്മുടെയും നമ്മുടെ പൂർവ്വരുടെയും കടം മുഴുവൻ കർത്താവ് വീട്ടി. റെസീറ്റ് കയ്യിലിപ്പുണ്ട്. നമ്മുടെ കടക്കാരപ്പോൾ യേശുവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ബോധം നോക്കുക. നമ്മൾ എന്നൊക്കെ ചെയ്താലും വലിയ ഗുണക്കാര്യമൊന്നുമില്ല. അത് എന്താ? കടം ശകലം കൂടെ വീട്ടിൽ എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ അവസരം ദൈവം ആയുസ് കിട്ടി തന്നിരിക്കുന്നത്, സൗഖ്യം തന്നിരിക്കുന്നത്, ആയുസ് കിട്ടി തന്നിരിക്കുന്നത്, കിട്ടുന്ന അവസരം ഈ ചെറിയൊരാൾക്ക് ചെയ്യുന്നില്ല എനിക്കാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ കഞ്ഞി തരുന്നെങ്കിൽ
അത് കർത്താവിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ അതിനെ കാണിക്കിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ? അല്ല, നമ്മൾ തമ്മിൽ യാതൊരു വിലപേശലിൻ്റെയും കാര്യമില്ല. ഞാൻ ഇത്ര തന്നു, ഞാൻ അത്ര കൊടുത്തു. ആർക്കാ കൊടുത്തത്? യേശുവിന് കൊടുത്തു. എന്തിനു കൊടുത്തു? അവന്റെ ജീവൻ ഞങ്ങൾക്ക് തന്നതിന്റെ കടം വീട്ടാൻ വേണ്ടി തന്ന. ആ ഒരു തരത്തിൽ മാത്രമേ കാണാവല്ല. കണക്ക് പറഞ്ഞുകൊണ്ട് ആരും വഴക്ക് പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏതാണ്ട് വലിയ പണക്കാരൻ ചെയ്യുന്നു പറഞ്ഞ് വീം പഠിക്കേണ്ട കാര്യമില്ല. എനിക്ക് കടം വീട്ടാനായിട്ട് ഒരു ദിവസം കൊണ്ട് ദൈവം തന്നല്ലോ. കടം മുഴുവൻ വീട്ടി കഴിഞ്ഞാലേ കല്യാണ മണ്ഡപത്തിൽ ആ മണവാളൻ നമ്മുടെ മേൽ മന്ത്രകോടി എടുത്തിടുമ്പോൾ അവൻ എന്നെ പൂർണ്ണമായി വിടുവിച്ചു, ഞാൻ പൂർണ്ണമായി അവൻ്റെ നീ എടുത്തോളാൻ പറയും. നിത്യമായി അവനോടൊപ്പം ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ആ കടം വീട്ടാനായിട്ട് കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശു പൂർണ്ണമായി ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് യോർദാൻ നദിയിലേക്ക് പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ശുശ്രൂഷക്കാരൻ്റെ തലയിലോട്ട് ഈ കുപ്പി എടുത്ത് വെച്ച് കൊടുക്കാൻ പോവാം. അതിനുള്ളൊരു ശ്വാസപ്പായിട്ട് കൊടുക്കും. അതെന്തിനാ? യേശു മനുഷ്യജാതിയുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിതാവിൻ്റെ ആശയങ്ങൾ ആഗ്രഹങ്ങൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ട് മരിച്ചുയർത്തെറ്റോളാവുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അത് ധ്യാനിച്ചുകൊണ്ട് അതിലേക്ക് പോയ കാര്യം ഓർപ്പിക്കാൻ വേണ്ടി ആ രംഗം ഒന്നുകൂടി അവതരിപ്പിക്കാൻ വേണ്ടി ഈ പ്രധാന ശുശ്രൂഷകൻ്റെ തലയിൽ ഇപ്പോൾ വെള്ളക്കുപ്പി എടുത്തു വെക്കും. അത് നിങ്ങൾ 2 ലൈനായിട്ട് നിൽക്കണം. 2 ലൈനിൽ നിങ്ങളുടെ മധ്യത്തിലൂടെ ആയിരിക്കണം നാമം ഉള്ളവരെ 2 ലൈനായിട്ട് നിൽക്കാമെങ്കിൽ ഇടയ്ക്കൊരു വിടവുണ്ടാകണം. അതിലേക്കൂടെ പാട്ടുപാടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കാര്യം ഇന്ന് പല ഭേദഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അത് ധ്യാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം വായിച്ചു കിട്ടും. അതിലൊരു വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ റിബേക്ക എലിയാസാറിൻ്റെ കൂടെ ഒന്ന് ഒട്ടകങ്ങൾക്കും വെള്ളം കൊടുക്കുന്ന രംഗമാണ്. അതും ഈ മാമോദിസായിട്ടുള്ള ബന്ധം എന്താവും? റിബേക്ക ഇസ്ഹാക്കിനെ കുറിച്ച് കേട്ടതായ വചനങ്ങൾ അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം ആ ഇസ്ഹാക്കിന്റെ ജീവിത പങ്കാളിയായി റിബേക്കയെ മാറ്റാൻ ഉതകി. അത് കഴിഞ്ഞപ്പോൾ മനപ്പൊരുത്തം ഉണ്ടായി അവിടെ. ഇന്ന് വെള്ളങ്ങൾ നിന്നെ കാണുന്ന ദിവസമാണ്. ആലോചനകളാകുന്ന വെള്ളങ്ങൾ കണ്ടുമുട്ടി മനപ്പൊരുത്തത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നത്. റിബേക്കായ്ക്ക് എങ്ങനെ ഇസ്ഹാക്കിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞു? റിബേക്ക പരിജ്ഞാനത്തോടുകൂടെ എലിയാസാർ മാത്രമേ വെള്ളം ചോദിച്ചുള്ളൂ. അപ്പൊ റിബേക്ക വിചാരിച്ചു, ഈ വൃദ്ധന് ഇത്രയും ദാഹം ഉണ്ടെങ്കിൽ ഈ ഒട്ടകങ്ങൾക്ക് എന്തുമാത്രം ദാഹം കാണും? ഇയാളെ സഹായിക്കാൻ വന്ന ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട ചുമതല എന്റേതല്ലേ? അതുതന്നെയാണ് ഈ എലിയാസാർ പ്രാർത്ഥിച്ചത്. ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എൻ്റെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നവളായിരിക്കും എൻ്റെ യജമാനന്റെ ജീവിത പങ്കാളി. അതൊത്തു. പൊരുത്തം ഉണ്ടായി. പൊരുത്തം. വെള്ളങ്ങൾ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ ഏത് വെള്ളമാണ്? ആലോചനകളാകുന്ന വെള്ളത്തിനകത്ത് വെള്ളങ്ങൾ തമ്മിൽ കണ്ടു. ഏതാ ആലോചന? എനിക്ക് വെള്ളം ചോദിക്കുമ്പോൾ എൻ്റെ ഒട്ടകത്തിനും കൂടെ വെള്ളം കൊടുക്കുന്നവളായിരിക്കട്ടെ ഇസ്ഹാക്കിന്റെ ഭാര്യ എന്ന് പറഞ്ഞു. റിബേക്കയ്ക്ക് അത് ആ ചിന്ത പിടിച്ചെടുക്കാൻ സാധിച്ചു. അപ്പൊ വെള്ളങ്ങൾ തമ്മിൽ കണ്ടോ? ആ എലിയാസാറിന്റെ ആലോചനകൾ തന്നെ ആർ കിട്ടി? അതുകൊണ്ടാണ് കല്യാണം നടന്നത്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പേ വെള്ളങ്ങൾ തമ്മിൽ കാണണം. കല്യാണം നടക്കാതെ നീണ്ടുപോയിരിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ട്, നിന്റെ ആലോചന അവനും അവന്റെ ആലോചന നിങ്ങൾക്കും കിട്ടണം. ആ വെള്ളങ്ങൾ തമ്മിൽ കണ്ടിട്ടേ കല്യാണം നടക്കാവൂ. അതുകൊണ്ട് ആലോചന എന്ന് പറയുന്നത് വെള്ളങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടല. കല്യാണം ഇതുവരെ നടന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഭാവിയിൽ ചെന്ന് കയറാൻ പോകുന്ന വീട്ടിലേക്ക് ആവശ്യമുള്ള പല അനുഗ്രഹങ്ങൾ ഇനി സ്റ്റോർ ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഈ റിബേക്ക ചെന്ന് കയറാൻ പോകുന്ന വീട്ടിൽ ഒരു ശൂന്യമായ ഒരു കൂടാരം കിടപ്പുണ്ട്. ആരുടേതാ? അമ്മ മരിച്ചുപോയ ഒരു ഒഴിവ് അവിടെ കിടപ്പുണ്ട്. അമ്മ മരിച്ച ദുഃഖത്തിലാണ് അബ്രഹാമും ഇസാക്കും. ആ ദുഃഖം മാറ്റാൻ പറ്റിയ ഒരാളായിട്ട് ഇവളെ ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രയും നാളും കല്യാണം നീട്ടിക്കൊണ്ടുപോയത്. അപ്പൊ കല്യാണം നടക്കാത്തവർ വിചാരിക്കേണ്ടത്, ഞാൻ ചെന്നിട്ട് മാത്രം തീരുന്ന ചില ദുഃഖങ്ങൾ ഞാൻ ചെല്ലുന്ന വീട്ടിലുണ്ട്. ആ ദുഃഖം തീർക്കാനുള്ള ആലോചനകളും അനുഗ്രഹങ്ങളും സംഭരിച്ചാലേ കല്യാണം നടക്കുകയുള്ളൂ. അല്ല കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് കിട്ടുമെന്ന് വിചാരിച്ചു പോയാൽ, കല്യാണം കഴിച്ചാൽ ചെന്ന് കയറുന്ന വീട്ടിൽ ചില ശൂന്യതകൾ കാണും. ആ ശൂന്യത കയറി ചെല്ലുന്നവർ വേണം നികത്താൻ. അതിനുവേണ്ടിയാണ് ധ്യാനം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇസ്ഹാക്കിന്റെ ധ്യാനവും റിബേക്കയുടെ ധ്യാനവും താൻ ചെന്ന് കയറുന്ന വീട്ടിൽ ഞാനൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കണം. ഞാൻ ചെന്നതുകൊണ്ട് അവിടുത്തെ ദുഃഖം മാറണം. അതുകൊണ്ട് ഭാവി ജീവിത പങ്കാളിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും കൊടുക്കാനുള്ള സന്തോഷത്തിന്റെ ഒരു സംഭരണി ഇപ്പോൾ ആവശ്യമാണ്. അങ്ങനെ ഈ ഇസ്ഹാക്കിന്റെ അടുത്തേക്കുള്ള യാത്രയുടെ ഇടയിൽ ഈ റിബേക്ക വേറെ ഒന്നും നോക്കിയില്ല, കുനിഞ്ഞിരുന്ന് യാത്ര ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ
ആ യേശു ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുവാൻ, ആ യേശു ക്രിസ്തുവിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സമ്പത്തുകളുമായി, അതിനുള്ള അനുഗ്രഹങ്ങളുമായി പോകാനുള്ള അവസരമാണെന്ന് നമ്മൾ ആരും ഓർപ്പിക്കുന്നു. ആ വെള്ളങ്ങൾ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ വചനം എവിടെയാണെന്നറിയാമോ? 77-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം ഇന്നത്തെ ഒരു ധ്യാന വിഷയമാണ്. വെള്ളങ്ങൾ നിന്നെ കണ്ടു. അപ്പം നമ്മുടെ ആലോചനകളാകുന്ന വെള്ളം ദൈവവും, ദൈവത്തിന്റെ ആലോചനയാകുന്ന വെള്ളം നമ്മളും കണ്ടെങ്കിലേ മനഃപൂരിതം വന്നിട്ട് കല്യാണം നടന്നിട്ട് അത് ഹൃദ്യമാകൂ, സന്തോഷമാകൂ. അതുകൊണ്ട് യേശുവിന്റെ കല്യാണം നടക്കാത്തതിന്റെ കാര്യം എന്നാ? വെള്ളങ്ങളെല്ലാം കണ്ടോ? കർത്താവിന്റെ ആലോചന മുഴുവൻ നമ്മുടെ ആലോചനയായോ? അതിന് അതിരാവിലെ എഴുന്നേറ്റ് പോയി കാത്തിരിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് പോയി സ്വർഗത്തിലെ അപ്പച്ച, ഇന്ന് നിന്റെ മകന്റെ ഏതെല്ലാം വേദനയാണ് ഞാൻ തീർത്തു കൊടുക്കേണ്ടത്. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഞാൻ ഇന്ന് എന്ത് ചെയ്തു കൊടുക്കണം, ഞാൻ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ഓരോ ദിവസവും പിതാവിന്റെ സന്നിധിയിൽ പോയി ചോദിച്ചു വാങ്ങിച്ച് അങ്ങനെ പൊരുത്തക്കേടെല്ലാം മാറിയെങ്കിലേ ഓരോ ദിവസത്തെ ജീവിതം സന്തുഷ്ടമാകും. അങ്ങനെ യേശുവിന്റെ കല്യാണത്തിന് മുമ്പ് യേശുവിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു കൊടുത്താൽ കല്യാണത്തിന് അന്ന് 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന മധുവിധ ആഘോഷമാണ്. 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന മധുവിധ ആഘോഷത്തിൽ എന്തെല്ലാം കാര്യം കൊടുക്കാൻ കാണും, വാങ്ങിക്കാൻ കാണും. അപ്പോൾ അതിന്റെ ഇടയിൽ ഈ കിട്ടുന്ന സ്നേഹവും സന്തോഷവും മുഴുവൻ ചെടിച്ചു പോകാതിരിക്കണമെങ്കിൽ അതൊക്കെ സാധനം വേണം. എന്തിനാ? അതെന്തിനാ? നാരങ്ങാക്കറി കളപ്പിയേറ്റ് പായസം വിളമ്പുള്ളൂ. അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? നാരങ്ങാക്കറി കൂട്ടുന്നതിന്റെ ഇടയിൽ, നാരങ്ങാക്കറി കഴിക്കുന്നതിന്റെ ഇടയിൽ, മധുരം കഴിക്കുന്നതിന്റെ ഇടയിൽ നാരങ്ങാക്കറി ഇടയ്ക്ക്. ഇതുപോലെ ദൈവമക്കൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം നാരങ്ങാക്കറിയാ. അതെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ. ഒന്ന് കളയരുത്, സ്വതന്ത്രത്തോടെ സൂക്ഷിച്ചോണം. അതെല്ലാം ചീഞ്ഞു പോകാതെ ഉടനെ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചേക്കണം. അത് മധുര അവിടെ തൊട്ട് നോക്കാനുള്ളതാണ്. അല്ലെങ്കിൽ മടുത്തു പോകും. സ്നേഹം തന്നെ ഇങ്ങോട്ട് കിട്ടിയാൽ പായസം തന്നെ അങ്ങോട്ട് കുടിച്ചാൽ പിന്നെ അങ്ങ് മടുത്തു പോകും. അതിനുവേണ്ടി അപ്പച്ചന്റെ കരുതലാണ്. എന്റെ നാമനിർത്തം ദുർവചനം നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് വരുമ്പോൾ നാരങ്ങാക്കറി ഉടനെ അറിയണം, കർത്താവെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണം, അന്നേരത്തേക്ക് എനിക്ക് തൊട്ടുകൂട്ടാനാണെന്ന് പറയാം. അങ്ങനെ 1000 കൊല്ലം തൊട്ടുകൂട്ടണമെങ്കിൽ എന്തുമാത്രം നാരങ്ങാക്കറി വേണം? അതിന് എന്തുമാത്രം പേര് നമ്മളെ ചീത്ത വിളിക്കണം? അത് യേശുവിന് വേണ്ടിയാണെങ്കിൽ രസമാണിത്. മനസ്സിലായോ? അങ്ങനെ കിട്ടിയതിനെല്ലാം നന്ദി പറഞ്ഞ് അതിനെല്ലാം ഭാവി ആവശ്യങ്ങൾക്കാണെന്ന് കരുതിക്കൂട്ടി അങ്ങനെ മനഃപൂരിത്വത്തോടെ എന്റെ കർത്താവിന് കിട്ടിയതെല്ലാം എനിക്കും വേണം. അങ്ങനെ നമുക്ക് നിത്യതയിൽ 1000 കൊല്ലത്തെ മധുവിധാഘോഷം പറഞ്ഞാൽ നിത്യമായ പിന്നെ രാജാവിന്റെ അജ്ഞയായിട്ടൊക്കെ ജീവിതമാണ്. ഇതിനുള്ള ട്രെയിനിങ് ആയിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോധത്തോടുകൂടെ വെള്ളങ്ങൾ നിന്നെ കണ്ടെന്ന് പറഞ്ഞ പോലെ, കർത്താവേ, ഞാൻ കാണാത്ത ഒത്തിരി വെള്ളങ്ങൾ ഇനിയുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള വെള്ളം ഇനി എനിക്ക് അതിനെല്ലാം കൂടെ ഇരിക്കണം. കിട്ടുന്ന സമയം മുഴുവൻ കൂടെ ഇരിക്കുകയും കൂടെ നടക്കുകയും ചെയ്യാമെങ്കിൽ അങ്ങനെ റിബേക്കായിക്ക് വെള്ളം കൊടുത്തേച്ച് ഇസാക്കിന്റെ വീട്ടിൽ പോയി അമ്മ മരിച്ചതിന് ദുഃഖം മാറ്റാൻ സാധിച്ചു. അതിലെ സ്റ്റോർ ചെയ്തു. അതിനുവേണ്ടി ഇപ്പോൾ പ്രാർത്ഥന ഇടയിടയ്ക്ക് ഈ ധനകാര്യ ശുശ്രൂഷ നടത്താൻ പോവുകയാണ്. യോർദാൻ നദിയിലേക്കുള്ള യാത്രയിൽ പിതാക്കന്മാർ കിട്ടിയതായ സന്ദേശങ്ങൾ ഇത് എഴുതിയിരിക്കുകയാണ്. നമ്മൾ യേശു സ്നാനമേറ്റതായ ആ യോർദാൻ നദിയിൽ ഇപ്പോൾ നമ്മുടെ ബോധവിചാരകതയിൽ എത്തിയിരിക്കുകയാണ്. മാമോദിസ മുങ്ങുന്ന പുത്രനെയും യോർദാനിലെ വെള്ളം അവന് സ്ഥലം കൊടുത്തതിനെയും കാണുകയാണ്. വെള്ളം അവന് സ്ഥലം കൊടുത്തു. അവനവൻ്റെ കതിരുകളെ അതിന് കൊടുത്ത് അതിലിറങ്ങി അതിനെ ശുദ്ധീകരിച്ചു. തൻ്റെ തലമേൽ കൈവെക്കുവാൻ ദാസനായ യോഹന്നാനെ വിളിക്കുകയും അവൻ അടുത്ത് എന്ന് തൻ്റെ തലമേൽ അവൻ്റെ വലത്ത് കൈ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ലേവ്യ 1:4 നോർത്തിയായി. അവൻ പറഞ്ഞതാണിത്: ഞാൻ എന്തു പറഞ്ഞ് നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തേണ്ടു? എൻ്റെ നാഥ, എനിക്ക് അറിഞ്ഞുകൂടാ. പിതാവിൻ്റെ നാമം പറഞ്ഞ് ജ്ഞാനസ്നാനപ്പെടുത്തിയാൽ ഇതാ പിതാവ് നിന്നിലിരിക്കുന്നു. പുത്രന്റെ നാമത്തിലായാൽ നീ ഏകജാതനായ പുത്രനാകുന്നു. പരിശുദ്ധ റൂഹായുടേതായാൽ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ ആകുന്ന തൃത്വത്തിന്റെ രഹസ്യം ഒന്ന് തന്നെ ആകുന്നു. സകലത്തിന്റെ നാഥനായുള്ളവയെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പിതാക്കന്മാർ പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മൾ പാടിയത്. പ്രദക്ഷിണം കഴിഞ്ഞ് മേശയെങ്കിൽ വന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇപ്പോൾ അതിന്റെ പ്രാരംഭ പ്രാർത്ഥന കഴിയുമ്പോൾ 51-ാം സങ്കീർത്തനം വീണ്ടും ചൊല്ലുകയാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയിലെ 100% ജനങ്ങളും സുവിശേഷം കേട്ടതിന് ശേഷം 25% പേര് അവർ കുരിശ് ഫാക്ടറിയിലേക്ക് മാറിപ്പോകും. യേശുവിനെ കുരിശിക്കാനായിട്ട് ഒരു കൂട്ടർ മാറിയതുപോലെ നാശയോഗ്യരായി യൂദാക്കോട്ടായിലുള്ളവർ ഒരു 25% ശേഷിക്കും. അവർ നമുക്ക് കുരിശുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ 75% പേര് കർത്താവിന് മണവാട്ടി സഭയുടെ അംഗമായി വരേണ്ടവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരെ അവിശ്വാസത്തിൽ പിടിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മളെ ആക്രമിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയ്ക്കിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ
അത് കുരിശിൻ്റെ ഭാഗമാണ്. നന്ദി പറഞ്ഞോണം. നമ്മൾ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യയിൽ യേശുവിനെ അറിയാത്തവർ അവരറിയുന്നതിന് നമ്മളിലെ യേശുവിനെ അവർ കാണണമെന്നുള്ള പ്രാർത്ഥന നടത്തിയപ്പോൾ ഈ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൽ ചെന്ന് തട്ടിയിട്ടുണ്ട്. അവരെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ നേരെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ആരാധന സ്ഥലത്ത് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള ഇനി മാസാന്തരപ്പെടാനുള്ള കർത്താവിൻ്റെ കല്യാണത്തിന് പോകേണ്ടവരെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികൾ, രോഗങ്ങൾ, ബലഹീനതകൾ, അശുദ്ധികൾ മുതലായ വന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നന്ദി പറയണം. അത് കർത്താവിന് കിട്ടിയ കുരിശിൻ്റെ ബാക്കിയാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ കുറവായുള്ളത് പൂരിപ്പിക്കുന്നുവെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇത് ഈ അനുഭവങ്ങളെല്ലാം കർത്താവിൻ്റെ ഘട്ടങ്ങളുടെ ബാക്കി പൂരിപ്പിച്ച കർത്താവിൻ്റെ തലയോട് ഇരുന്ന് ഉടലാക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധത്തിൽ 51-ാം സങ്കീർത്തനത്തിൽ ഒരുങ്ങിക്കൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. മാമോസ പെരുന്നാളിൻ്റെ ഈ സമയം ശമരിയ സ്ത്രീയുടെ വെള്ളങ്ങൾ, ആലോചനകളാകുന്ന വെള്ളങ്ങൾ യേശുവിൻ്റെ ആലോചനകളാകുന്ന വെള്ളവുമായി കണ്ടുമുട്ടിയപ്പോൾ ശമരിയ സ്ത്രീ എങ്ങനെ രൂപാന്തരപ്പെട്ടു? ശമരിയ സ്ത്രീക്ക് എങ്ങനെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരി ജന്മസാഫല്യം അടഞ്ഞ് അനേകരെ യേശുവിലേക്ക് നേടാൻ കഴിഞ്ഞു? നമ്മുടെ ഈ മാമോസ പെരുന്നാൾ കഴിയുമ്പോൾ നമ്മുടെ ആലോചനകളും കർത്താവിൻ്റെ ആലോചനയുമായി കണ്ടുമുട്ടി നമ്മൾ ശമരിയ സ്ത്രീയെ പോലെ രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമുക്ക് അനേകരെ യേശുവിനെ നേടാൻ സാധിക്കും. ഇതുവരെ നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ ശമരിയ സ്ത്രീയെ പോലെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 4 മുതൽ 42 വരെയുള്ള ഭാഗം പുസ്തകങ്ങളിലൊക്കെ എടുക്കാം. യോഹന്നാൻ 4:4 മുതൽ. യേശുവിനെ ശുമറീനിൽ കൂടി കടന്ന് പോകേണ്ടിയിരുന്നു. അദ്ദേഹം ശുമറീൻകാരുടെ ശോഖാർ എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിൽ ചെന്നു. ഇത് യാക്കോബ് സ്വന്തം പുത്രനായ യോസേഫിനെ നൽകിയിരുന്ന ഗ്രാമത്തിനോട് അടുത്തുള്ളതായിരുന്നു. അവിടെ യാക്കോബിൻ്റെ ഒരു കിണറുണ്ടായിരുന്നു. യേശു യാത്രാക്ലേശം കൊണ്ട് വിഷമിച്ച് കിണറ്റിൻ്റെ അരികെ ഇരുന്നു. സമയം 6 മണിയായിരുന്നു. ശുമറീനിൽ നിന്ന് ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനം വാങ്ങുവാനായി പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ ശമറിയൻകാരിയായ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് യഹൂദനായിരിക്കെ ശമറിയൻകാരിയായിരിക്കുന്ന എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണ്? യഹൂദർക്ക് ശമറിയൻകാരോട് സമ്പർക്കമില്ലല്ലോ. യേശു അവളോട്, ദൈവത്തിൻ്റെ ദാനവും എനിക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് ചോദിച്ചവൻ ആരാണെന്നുള്ളതും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ യേശുവിനോട്, പ്രഭോ, അങ്ങയുടെ പക്കൽ കോരുവാനുള്ള പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതുമാകുന്നു, പിന്നെ ജീവജലം അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടും? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ അങ്ങ് വലിയവനോ? അദ്ദേഹമാവുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ ആടുമാടുകളും ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചത് എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹമുണ്ടാകും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളമാകട്ടെ കുടിക്കുന്ന യാതൊരുവനും പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകുകയില്ല. എന്നാൽ കൊടുക്കപ്പെടുന്ന ജലം അവൻ നിത്യജീവനെ ഉൽപ്പാദിപ്പിക്കുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭു, എനിക്കിനി ദാഹിക്കാതെയും എവിടെ നിന്ന് എനിക്ക് വെള്ളം കോരുവാനിടയാകാതിരിക്കാനായിട്ട് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇപ്പോൾ ശമരിയ സ്ത്രീ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആ വെള്ളം വേണം. ഈ വെള്ളം കിട്ടിയ പിന്നെ വേറെ ഒരു ലഹരിയുടെ ആവശ്യമില്ലാതെ. അപ്പോൾ ഈ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ വെള്ളം കർത്താവിൻ്റെ കൈ കൊടുത്താൽ അതിനെ വീഞ്ഞാക്കി തിരികെ തരും. ആ പുതിയ വീഞ്ഞ് കുടിച്ചാൽ പിന്നെ വേറെ ലഹരിയുടെ ആവശ്യമില്ലാതായി തീരും. അപ്പോൾ ഈ ഏതോ ഭാഗം വായിക്കുമ്പോൾ ശമരിയ പട്ടണത്തിലും ശമരിയ സ്ത്രീക്ക് സംഭവിച്ചതായ രൂപാന്തരം എനിക്ക് സംഭവിച്ച് എനിക്കും ആ വെള്ളം കുടിച്ചിട്ട് അത് അനേകരുടെ ദാഹം തീർക്കുന്ന നീരുറവയായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വായന തുടരാം. യേശു അവളോട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താ? ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഭർത്താവിനെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കർത്താവ് അവളെ ശ്രേഷ്ഠയായിട്ട് എണ്ണിയെന്നാണ് എൻ്റെ അർത്ഥം. ആരോട് സംസാരിച്ചാലും അവരുടെ മേൽ അവകാശമുള്ള അവരോട് ബന്ധപ്പെട്ടവരെ കൂടെ കൂട്ടി സംസാരം തുടരണം, അല്ലെങ്കിൽ സംശയവും തെറ്റിദ്ധാരണയും വരാൻ സാധ്യതയുണ്ടെന്നുള്ള പാഠോട് പഠിപ്പിക്കുക. അങ്ങനെ ഭർത്താവുള്ള ഒരു സ്ത്രീയാണ് ഈ വന്നിരിക്കുന്നതെന്നുള്ള ധാരണയിൽ കർത്താവ് സംസാരിച്ചപ്പോൾ അവളാ പറഞ്ഞ് എനിക്ക് ഭർത്താവില്ല. അപ്പോൾ അതിന് മറുപടി കർത്താവ് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണാൻ പഠിക്കണം. നമുക്ക് അവരുടെ കുറവുകൾ അറിയാമെങ്കിൽ അത് പറയാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ കൊണ്ടേ പറയിപ്പിക്കാം. നമ്മൾ എത്രയോ പേരുടെ കുറവുകൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ചിരിക്കുന്നു.
അത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്വഭാവമാണോ? നമുക്ക് പലരെ നേടാൻ കഴിയാത്തതിൻ്റെ കാര്യം നമ്മൾ പലരെ ഇരുത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് യാത്രക്കിടയിൽ അവരെ അപമാനിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ തെറ്റിദ്ധാരണയുമാകാം. അപ്പോൾ യേശുവിനെ അവളെ നേടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അവൾ ഇതിനു മുമ്പ് പല പുരുഷന്മാർ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അവരെ പാപം ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. അവരാരും നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുമില്ല. കർത്താവ് ഇവളോട് പാപം ചെയ്യാനല്ല വർത്താനം പറയുന്നുള്ള കാര്യം അറിയിക്കാനും കൂടിയാണ്. ഞാൻ ഇത് മുമ്പേ നീ പലരോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്, നീ അവളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഞാൻ അതുപോലെ ഒരു പുരുഷനല്ല. ഞാൻ മാന്യമായി നിന്നെ കാണുന്നു, നീ ശ്രേഷ്ഠയായിട്ട് കാണുന്നു, നിനക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവനെ വിളിച്ചുകൊണ്ട് പോവാ, നീ രണ്ടുപേരോട് വർത്താനം പറയാമെന്ന് പറഞ്ഞത്. അവളാണ് പറഞ്ഞ് ഭർത്താവില്ലെന്നുള്ള കാര്യം. പക്ഷെ അവൾക്ക് ഭർത്താവില്ലെന്നുള്ള കാര്യം കർത്താവിന് അറിയായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. നമ്മളിതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത കാര്യം, സംശയമുള്ള കാര്യം പറഞ്ഞാൽ എത്രയോ പേരെ വേദനിപ്പിച്ചിരിക്കുന്നു. അതിനിപ്പോൾ ക്ഷമ ചോദിക്കാമെങ്കിൽ നമുക്ക് ജീവജലത്തിൻ്റെ ആ ഉറവ് നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അവൾ അദ്ദേഹത്തോട് എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പം ഇല്ലായ്മകൾ അവരവരെ കൊണ്ട് പറയിപ്പിക്കണം, നമ്മളല്ല പറയേണ്ടത്. നമ്മളവരെ ശ്രേഷ്ഠമായിട്ട് എണ്ണുമ്പോഴാണ് അവിടെ കുറവ് പറഞ്ഞ് അത് പരിഹരിക്കാനുള്ള വേല നമുക്ക് കിട്ടും. ഒരാശുപത്രി പോയി രോഗമുണ്ടെന്നുള്ള കാര്യം സമ്മതിച്ചാൽ മാത്രമേ, പേര് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ചെക്കപ്പ് നടത്തുകയുള്ളൂ. ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ ചികിത്സയുള്ളൂ. അല്ല വഴിയെ പോകുന്നവരും കാണുന്നവരെ രോഗിയാണെന്ന് പറഞ്ഞാൽ ആരും ഒരു ഡോക്ടറും മരുന്ന് അടിച്ചേൽപ്പിക്കാറില്ല. ഇതുപോലെ മറ്റുള്ളവർ അവരുടെ കുറവ് നമ്മൾ പറയുന്നതും വരെ അവരെ ശ്രേഷ്ഠമായിട്ട് എണ്ണുക. അപ്പോൾ അവരുടെ കുറവ് പറഞ്ഞാൽ അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി പരിഹരിക്കാം. യേശുവാകുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ പരിഹരിച്ചാൽ അവരെ നേടുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളതും ഒരു വലിയ പാഠം അവിടെ പഠിപ്പിച്ചിരിക്കുന്നു. യേശു അവളോട് എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് നീ ശരി, എന്നാൽ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നിനക്കുള്ളവൻ നിന്റെ ഭർത്താവല്ല, നീ സത്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങൊരു ദീർഘദർശിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ദൈവാരാധന നടത്തിയത്, ആരാധന ചെയ്യേണ്ട സ്ഥലം യെരൂശലേമിലാണെന്ന് നിങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, പിതാവിനെ ആരാധിക്കേണ്ടത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല. എന്ന് വരുന്ന ഒരു സമയം വരും, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ യഹൂദന്മാരിൽ നിന്നാകുന്നു ഉണ്ടായത്. എങ്കിലും യഥാർത്ഥ ആരാധകന്മാർ പിതാവിനെ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. പിതാവ് ഇങ്ങനെയുള്ള ആരാധനയാണ് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കേണ്ടതാകുന്നു. ആ സ്ത്രീ അദ്ദേഹത്തോട്, മെശിഹ വരുമെന്ന്, അദ്ദേഹം വരുമ്പോൾ സകലവും ഞങ്ങളെ പഠിപ്പിക്കുമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാകുന്നു മെശിഹ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ മെശിഹ ആയിട്ട് ഈ ശമരിയാസ്ത്രീക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കുറേ നേരം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പടിപടിയായിട്ടാണ് ആ വെളിപ്പാട് ലഭിക്കുന്നത്. കർത്താവ് ചെന്നുകൊണ്ട്, ഞാൻ യേശുവാ, നീ പാപിയാണ്, നമുക്ക് 4-5 പേരുണ്ടായിരുന്നു, ശരിയായില്ല, നീ വ്യഭിചാരിയാ, പോ, ഞാൻ വേണേൽ രക്ഷിക്കാമെന്ന് വല്ലതും പറഞ്ഞു. നമ്മുടെ ആ സമീപനം കൊണ്ട് ആരെയും കിട്ടാത്തത് മനസ്സിലായോ? അപ്പോൾ എല്ലാവരും കിട്ടണമെങ്കിൽ യേശുവിൻ്റെ സമീപനത്തിൽ മാന്യമായി മറ്റുള്ളവരെ കാണണം. മറ്റുള്ളവർ കുറ്റം ചെയ്താൽ അവരെ ഇഷ്ടമതിക്കുകയല്ല, അവർക്ക് ക്ഷമ കൊടുത്ത് അവരെ മാന്യമായി എണ്ണിക്കൊണ്ട് അവരോട് സംസാരിക്കാമെങ്കിൽ, എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് ഉണ്ടാവുമെങ്കിൽ അവരിങ്ങോട്ട് അടുത്ത് കഴിയുമ്പോൾ പറയും എനിക്ക് ഇന്നൊരു കുറവുണ്ട്. അപ്പോൾ പരിഹരിച്ചാൽ അവർക്ക് ബഹുമാനം വർദ്ധിക്കുകയുള്ളൂ. ഈ പാഠം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറിയലായുസം ചൊല്ലാൻ പോവുക. കുറിയലായുസം ചൊല്ലാനുള്ള വിഷയങ്ങളാണ് പറയുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് ഇതുവരെ ഇന്ത്യയെ നേടാനത്തില്ല, ഭാര്യയെ നേടാനത്തില്ല, ഭർത്താവിനെ നേടാനത്തില്ല, അയൽവക്കക്കാരെ ആരെയും നേടാനത്തില്ല, ഞങ്ങളുടെ കയ്യിരിപ്പിതാ, ഞാൻ അത് മാറ്റാൻ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ട് എങ്കിലും അങ്ങ് എന്താ അന്വേഷിക്കുന്നതെന്ന് അവളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ഒരുവനും ചോദിച്ചില്ല. ആ സ്ത്രീ അവളുടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ആളുകളോട്, ഞാൻ ചെയ്തിട്ടുള്ളതായ സകലവിനോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കാണുവിൻ, പക്ഷേ അദ്ദേഹം മശിഹ ആയിരിക്കുമെന്ന് പറഞ്ഞു. ആളുകൾ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭക്ഷ്യം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ ഭക്ഷിപ്പാനായി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കാം എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടത്തെ ആചരിക്കുകയും അദ്ദേഹത്തിൻ്റെ കർമ്മത്തെ നിർവഹിക്കുകയും ചെയ്യുന്നതാകുന്നു. 4 മാസങ്ങൾക്ക് ശേഷം കൊയ്ത്ത് കാലമാകുമെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ കണ്ണുയർത്തി പണ്ടേ തന്നെ വിളഞ്ഞ കൊയ്ത്തിന് അടുത്തിരിക്കുന്ന വയലുകൾ ഇതാ കാണുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊയ്യുന്നവൻ പ്രതിഫലം പ്രാപിക്കുന്നു, നിത്യജീവങ്ങളിലേക്ക് ഫലങ്ങളെ ശേഖരിക്കുകയും ചെയ്യുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നതൊരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നുള്ളത് യഥാർത്ഥമാണ്.
നിങ്ങളുടെ ആയാസം കൂടാതെ ഉണ്ടായിട്ടുള്ളതിനെ കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവർ ആയാസപ്പെട്ടു, അവിടെ ആയാസഫലത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ളതായ സകലവും അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് സാക്ഷ്യം നൽകിയതായ സ്ത്രീയുടെ വാക്ക് നിമിത്തം ആ പട്ടണക്കാരായ അനേക ശുമറിയൻകാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. 2 ദിവസം അദ്ദേഹം അവരുടെ അടുക്കൽ താമസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വചന നിമിത്തം അനേകർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട്, ഇനി നിന്റെ വാക്ക് നിമിത്തമല്ല ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്, സത്യമായിട്ട് ലോകരക്ഷിതാവായ മിശിഹായ ഇദ്ദേഹം തന്നെയെന്ന് ഞങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവത്തിൽ നിന്ന് നിങ്ങൾ വേദോത്സവം വായിച്ചപ്പോൾ ഇവിടെ വായിച്ചത് നിങ്ങളുടെ വേദോത്സവത്തിൽ ഇതുമായിട്ട് ചില വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് സുറിയാനി ഭാഷയിൽ നിന്ന് പിതാക്കന്മാർ പരിഭാഷപ്പെടുത്തിയ പരിഭാഷയാണ് നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. ഇന്ന് പല പരിഭാഷകളും വേദോത്സവത്തിനുണ്ട്. ആശയം ഒന്നാണെങ്കിലും വാക്കുകൾ പലതായിരിക്കും, പക്ഷേ അതിൻ്റെ ആത്മാവ് ഒന്നാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്ന് കിട്ടിയ കുട്ടിയെ കുറ്റബോധം, നമ്മൾ ഇതുവരെയും ജീവനം കുടിച്ചിട്ടുമില്ല, മറ്റുള്ളവർ കൊടുത്തിട്ടുമില്ല, നമുക്ക് ആരെയും നേടാൻ കഴിഞ്ഞില്ല. ക്ഷമ ചോദിച്ചിട്ട് ഇന്ന് മുതലെങ്കിലും ശമരിയാസ്ത്രീയും കർത്താവും തമ്മിലുള്ള സംഭാഷണം ആ ദേശത്തെ വീണ്ടെടുക്കാനിടയായതുപോലെ നിങ്ങളുടെ ധ്യാനം ഒന്നിനും ധ്യാനത്തിലുള്ള വരവും പോക്കും തമ്മിൽ വർത്തമാനം പറഞ്ഞ് ഇവിടുത്തെ അന്തരീക്ഷം മലിനമാക്കാനല്ല, കർത്താവിനെ കാണിക്കാനുമാണെന്നുള്ള കാര്യം പഠിപ്പിക്കുകയാണ്. നമ്മളോട് വചനം കേട്ടതിന് ശേഷം നിങ്ങളുടെ വർത്തമാനം, നിങ്ങളുടെ ഇടപെടലുകൾ, പ്രതികരണങ്ങൾ കർത്താവിനെ കാണിക്കുന്നതും കാണുന്നതുമാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് അതിൽ നമുക്ക് പരാജയപ്പെട്ടിരിക്കുന്നതിന് ക്ഷമ ചോദിക്കുവാൻ ഇപ്പോൾ ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് അർത്ഥമുള്ള ക്രിയലായസ്വം ചൊല്ലാൻ പോവുകയാണ്. സ്വന്തം വഴിയും വിചാരം ഉപേക്ഷിച്ച് ദൈവവഴിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്നതാണ് ഈ ക്രിയലായസ്വം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലുകയാണ്. നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് അർത്ഥമുള്ള ക്രിയലായസ്വം എന്ന് ഏറ്റുചൊല്ലണം. പെരുന്നാൾ സംബന്ധിക്കുവാനും ദേഹാവെള്ളം കുടിച്ച എല്ലാ ശാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തമാകുവാൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യരാഷ്ട്രത്തിൽ നന്ദി പറയാം. അങ്ങനെ നമ്മളുണ്ടായിരുന്ന തിന്മയുടെ ശക്തികൾ ശബ്ദമുണ്ടാക്കി നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ കയറി നമ്മൾ പുനരുദ്ധാന ജീവനുമായ യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ മാമോദിസായിലൂടെ നമ്മൾ ജനിക്കുന്ന യേശുവിനെ സജീവമായി വളർത്തി സർഗാരോഹണം ജയിച്ച് പെന്തിക്കോസ്തിയുടെ അനുഭവം ഉണ്ടാകുവാൻ വരുന്ന പെന്തിക്കോസ്തി പെരുന്നാളിനെ ലാക്കാക്കിക്കൊണ്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വരുന്ന പെന്തിക്കോസ്തി പെരുന്നാളിന് മുമ്പ് ഒരു ഉയർപ്പ് പെരുന്നാളുണ്ട്. അതിനു മുമ്പ് ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് സ്വർഗാരോഹണ പെരുന്നാളുണ്ട്. ഉയർപ്പ് പെരുന്നാളിന് മുമ്പേ കർത്താവിൻ്റെ മരണ പെരുന്നാളുണ്ട്. ആ കർത്താവിൻ്റെ ആ വലിയ വെള്ളിയാഴ്ചയിലത്തെ ശുശ്രൂഷ. അതിനു മുമ്പായി 50 ദിവസത്തെ നോയമ്പെടുത്ത് നമ്മൾ പരീക്ഷ പാസ്സായി കൊള്ളാവുന്നവരാകാൻ പോവുകയാണ്. വരാൻ പോകുന്ന പബ്ലിക് പരീക്ഷയ്ക്ക് പാസ്സായിട്ട് പരീക്ഷ സഹിച്ച് ജയിച്ച് കൊള്ളാവുന്നവരായ ജനസാവലിനിടയിലാണ് നമ്മൾ ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ വലിയ നോയമ്പ് പബ്ലിക് പരീക്ഷയാണെങ്കിൽ 3 നോയമ്പ് മോഡൽ പരീക്ഷയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 18 ദിവസത്തെ ഇടവേളയുണ്ട്. ആ 3 നോയമ്പിൻ്റെ വിജയത്തിനായിട്ട് 5 ദിവസത്തെ ഒരു ഒരുക്ക ധ്യാനം ഇവിടെ വെച്ചിട്ടുണ്ടെന്ന കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാസത്തിലെ 5ാമത്തെ ഞായറാഴ്ച ആരംഭിക്കുന്ന പഞ്ചദിന ധ്യാനം ഞായറാഴ്ച ആരംഭിച്ച് അത് വെള്ളിയാഴ്ച തീരുന്നതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് മുതൽ വേണ്ടി പ്രാർത്ഥിച്ചു വരുന്നതെന്ന കാര്യം പറയുന്നു. ആ ധ്യാനം നടത്താനായിട്ട് ഒരു ധ്യാന മന്ദിരത്തിലെ ധ്യാനഗുരു തൻ്റെ ശിഷ്യരെ ഇവിടേക്ക് 5-8 പേരിവിടെ വന്ന് 5 ദിവസം താമസങ്ങളെ ധ്യാനിപ്പിക്കും. അത് സെന്റിനറി ആയിട്ട് ആഘോഷിക്കുന്ന മക്കാമെന്ന് കൺവെൻഷൻ്റെ വിജയത്തിനും നമ്മളുടെ 3 നോയമ്പിൻ്റെ വിജയത്തിന്, വലിയ നോയമ്പിൻ്റെ വിജയത്തിന് എല്ലാമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് അതിന് ഒരുക്കത്തിനുള്ള സന്ദേശം തന്നുകൊണ്ട് ഇന്നത്തെ ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.